ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ക്ലാസ് 12 സോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇതിനെ കുറിച്ചായിരുന്നു. കൺട്രാസെപ്റ്റീവ് മെത്തഡ്, അതായത് ഗർഭനിരോധന മാർഗങ്ങളാണ്. അതിൽ ആദ്യത്തെ മെത്തഡായ നാച്ചുറൽ മെത്തഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തഡിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഇന്നത്തെ എപ്പിസോഡ് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ വീഡിയോ ഈ ചാനലിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു NV ബയോളജി ക്ലാസ്സസിലേക്ക്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് ഇതിനെ കുറിച്ചായിരുന്നു. കൺട്രാസെപ്റ്റീവ് മെത്തഡിലെ ഒന്നാമത്തെ ഹെഡിങ് കഴിഞ്ഞു. ഏത് മെത്തഡായിരുന്നു? കൺട്രാസെപ്റ്റീവ് മെത്തഡിൽ നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തഡ്. അതിൽ 3 സബ് ഹെഡിങ് പറഞ്ഞു. ഇവിടെ ഏതൊക്കെ പഠിച്ചു? പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് പഠിച്ചു, കോയിറ്റസ് ഇന്ററപ്റ്റസ് പഠിച്ചു, ലാക്ടേഷൻ, അമൻട്രിയ പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രാസെപ്റ്റീവ് മെത്തഡിലെ രണ്ടാമത്തെ ഹെഡിങ് ആണ്. രണ്ടാമത്തെ ഹെഡിങ്ങിന്റെ പേരാണ് ബാരിയർ മെത്തഡ് എന്ന് പറയും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത് ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാക്കുക. അതായത് ഇവിടെ കാണാം സ്പേം, ഇവിടെ കാണാൻ എഗ്. നമ്മൾ ചില തടസ്സങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ബാരിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പേമും എഗും ഫിസിക്കലി മീറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. സോ ഹിയർ വി ആർ അവോയ്ഡിങ് or we are preventing the meeting of sperm and egg by using certain barrier. ചില ബാരിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പേമിന്റെയും എഗിന്റെയും ഫിസിക്കൽ മീറ്റിംഗ് പ്രിവെന്റ് ചെയ്യണം. അങ്ങനെ ചില എക്യുപ്മെന്റുകളാണ് ബാരിയറായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ബാരിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പേമും എഗും പ്രിവെന്റ് ചെയ്യണം. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് മെത്തേഡ്? ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ 2 ഹെഡിങ്ങേ ഉള്ളൂ. ഒന്ന് കോണ്ടം എന്ന് പറയും, രണ്ടാമത്തത് പിന്നെ സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട്, ഡയഫ്രം എന്നൊക്കെ പറയും. ഡിസ്കസ് ചെയ്യും. ആദ്യം നമ്മൾ എന്തിനെ കുറിച്ചാണ്? കോണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്സുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, ഫിസിക്സുമായിട്ട് കോണ്ടം തിയറിയായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. സ്പെല്ലിംഗും ശ്രദ്ധിക്കുക. കോണ്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ തിൻ മേഡ് അപ്പ് ഓഫ് തിൻ റബ്ബർ ഓർ ലാറ്റക്സ്. സാധാ റബ്ബറിന്റെ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്തെന്ന് പറയുന്ന കോണ്ടം. മെയിൽസിനുണ്ട് കോണ്ടം, ഫീമെയിൽസിനുണ്ട് കോണ്ടം. സാധാരണ നിങ്ങളുടെ അറിവ് പ്രകാരം മെയിൽസിന്റെ കോണ്ടം മാത്രമേ അറിയുള്ളൂ അല്ലെ. ഒരു മെയിലിന്റെ കോണ്ടം ഉണ്ട്. ഒരു മെയിൽസിന്റെ കോണ്ടത്തിന്റെ പേരാണ് നിരോധ് എന്ന് പറയും. നിരോധ് is a popular brand of condom for male. Males ന് ഉപയോഗിക്കുന്ന ഒരു ഫേമസ് ആയിട്ട് കോണ്ടമാണ് നിരോധ്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ്. സോ കോണ്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബാരിയർ മെത്തേഡ്. ഹിയർ ഇത് ഉപയോഗിച്ചുകൊണ്ട് സ്പേമും എഗും ഫിസിക്കലി മീറ്റ് ചെയ്ത് നമ്മൾ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. കോണ്ടംസ് ആർ മേഡ് അപ്പ് ഓഫ് തിൻ റബ്ബർ ഓർ ലാറ്റക്സ് ഷീറ്റ്. ഈ കോണ്ടം മെയിൽസിന് ഉപയോഗിക്കും, ഫീമെയിൽസിന് ഉപയോഗിക്കും. ഒരു മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ ആണ് നിരോധ് എന്ന് പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? തന്നെ നിരോധിക്കുക, എന്ത്? കൺസെപ്ഷൻ നിരോധിക്കുക, അതായത് ഗർഭധാരണം നിരോധിക്കുക എന്ന് ഉദ്ദേശിച്ചു. ഓക്കെ, മെയിൽസിലെ കോണ്ടത്തിന്റെ പേരാണ് എന്ത് പറയുന്നത്? നിരോധം എന്ന് പറയും. ഓക്കെ, മെയിൽസിലെ കോണ്ടം. എന്തിനാണ് മെയിൽസിലെ കോണ്ടം? ഒരു കോണ്ടത്തിന്റെ ചിത്രം ഇവിടെ കാണാം അല്ലെ. ഇത് മെയിൽ കോണ്ടാണ്. ഓക്കെ, മെയിൽ കോണ്ടം കാണാം. ഓക്കെ, നെക്സ്റ്റ് ചിത്രം വരൂ. ഓക്കെ, ഇതാ ഫീമെയിൽ കോണ്ടം. സോ മെയിൽ കോണ്ടം ഉണ്ട്, ഫീമെയിൽ കോണ്ടം ഉണ്ട്. ഓക്കെ, അപ്പൊ മെയിൽ കോണ്ടം എന്തിനു വേണ്ടിയാ? പീനിസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ച് പറയാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അപ്പൊ മെയിൽസിലെ പീനിസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോണ്ടം ഉപയോഗിക്കുന്നത്. ഫീമെയിൽസിലെ വജൈനയും സെർവിക്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം ഇവിടെ കാണാം. മെയിൽസിലെ കോണ്ടം വീണ്ടും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം അങ്ങോട്ട് നോക്കും, ഇങ്ങനത്തെ ഒരു സാധനമാണ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് കോണ്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ മെയിൽ കോണ്ടം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കോണ്ടം എന്തായാലും മേഡ് അപ്പ് ഓഫ് തിൻ റബ്ബർ കൊണ്ട് അല്ലെങ്കിൽ ലാറ്റക്സ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കോണ്ടം. മെയിൽസിന് ഉപയോഗിക്കും, ഫീമെയിൽസിന് ഉപയോഗിക്കും. മെയിൽസിന് എന്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പീനിസ്. ഫീമെയിൽസിലെ വജൈനയും സെർവിക്സ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നോക്കാം, നമുക്കറിയാം എന്താണ് പീനിസ് ആണ്. സ്ക്രോട്ടൽ സെക്ക നമുക്കറിയാവുന്ന കാര്യമാണ്. അറ്റ് ദ ടൈം ഓഫ് സെക്സ് എന്ത് ചെയ്യും? പീനിസ് ഇറക്ട് ചെയ്യും. നമുക്കറിയാം പീനിസ് ഇറക്ട് ചെയ്യും. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ആവശ്യമില്ല. ഓക്കെ, പീനിസ് ഇറക്ട് ചെയ്യും. ഈ ഇറക്ട് ചെയ്ത പീനിസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാ ഇവിടെ കോണ്ടം ഉണ്ട് അല്ലെ. കോണ്ടം ഉണ്ട്, ഇതാ ഇവിടെ കോണ്ടം ഉണ്ട്. ഈ കോണ്ടം ഇത് ഉപയോഗിച്ച് കവർ ചെയ്യും. കോണ്ടം എന്തിനെ കവർ ചെയ്യും? പീനിസിനെ കവർ ചെയ്യും. ഇവിടെ റെഡ് കളർ കാണുന്നില്ലല്ലോ, ഇവിടെ പോയി. യെസ്, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇതാണ് കോണ്ടം. ഞാൻ കോണ്ടത്തിന് വേറെ കളർ കാണിക്കുകയാണ്. ഓക്കെ, ഇവിടെ കോണ്ടം കാണാം. ഓക്കെ, ഈ കോണ്ടം ഇറക്ട് ചെയ്ത പീനിസിനെ നമ്മൾ എന്തുകൊണ്ട് കവർ ചെയ്യും? ഇറക്ട് ചെയ്ത പീനിസിനെ നമ്മൾ കോണ്ടം കൊണ്ട് കവർ ചെയ്യും. ഇനി എന്ത് സംഭവിക്കും? ഈ ഇറക്ട് ചെയ്ത പീനിസ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് നമുക്ക് പറയുന്നത് കോയിറ്റസ് എന്ന് പറയും. എന്തിനു വേണ്ടി? ഇൻസെമിനേഷൻ വേണ്ടി. ഇനി സെമൻ ഇതിനകത്ത് റിലീസ് ചെയ്താലും സെമൻ എവിടെയാണ് ഉണ്ടാവുക? ഇതിനകത്തിലേക്ക് കുടുങ്ങിക്കിടക്കുക. സോ ഇജാക്കുലേറ്റ് ചെയ്ത സെമൻ വിൽ നോട്ട് എൻ്റർ ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്.
That's the basic principle of എന്തെന്ന് പറയുന്ന condom. Condom എന്ന് പറയുന്നത് it is made up of thin rubber or latex. ഇത് മെയിൽസിന് ഉപയോഗിക്കാറുണ്ട്, ഫീമെയിൽസിന് ഉപയോഗിക്കാറുണ്ട്. മെയിൽസിൽ എന്തിനു വേണ്ടി പീനിസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫീമെയിൽസിലെ വജൈനൽ സെർവിക്സ്. ഒരു ഫേമസ് ആയിട്ടുള്ള മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ ആണ് നിരോധം എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് സെക്സ് പീനിസ് എന്ന് ഇറക്ട് ചെയ്യും. ആ ഇറക്ട് ചെയ്ത പീനിസ് കവർ ചെയ്യുന്നു എന്ത് ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ കോണ്ടം ഉപയോഗിച്ചുകൊണ്ട്. ആ ചിത്രമാണ് ഇത് വരച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഇറക്ട് ചെയ്ത പീനിസ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ് ഈസ് കോൾഡ് കോയിറ്റസ് അല്ലെങ്കിൽ കോപ്പുലേഷൻ. അപ്പൊ സെമൻ റിലീസ് ചെയ്താലും സെമൻ ഏതിനകത്ത് കുടുങ്ങി കിടക്കുന്നു, കോണ്ടത്തിനകത്ത് കുടുങ്ങി. സോ ഇജാക്കുലേറ്റ് ചെയ്ത സമയം ഇതിനകത്തുനിന്ന് റിലീസ് ചെയ്ത സെമൻ ഒരിക്കലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫീമെയിൽ കോണ്ടം എങ്ങനെയാണെന്നുള്ളത് വിചാരിക്കുന്നുണ്ടോ? ഫീമെയിൽ കോണ്ടം ഇതേപോലെ തന്നെയാണ്. ചിത്രം സ്ക്രീനിൽ കാണാം, കുറച്ചും കൂടി ഇതാണ് ചിത്രത്തിന്റെ സ്ക്രീനിൽ കാണാം. അത് ഈ സെർവിക്കൽ കനാലും വജൈനയും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സെമൻ ഡെപ്പോസിറ്റ് ചെയ്താലും ഒരിക്കലും എന്തിലേക്ക് എത്തൂല, യൂട്രസിലേക്കും പിന്നെ ഒബിഡക്റ്റിലേക്കും ആരെത്തില്ല, സ്പേം എത്തില്ല. സോ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് കോണ്ടം. കോണ്ടം മേഡ് അപ്പ് ഓഫ് തിൻ റബ്ബർ ഓർ ലാറ്റക്സ്. മെയിൽ കോണ്ടം ഉണ്ട്, ഫീമെയിൽ കോണ്ടം ഉണ്ട്. മെയിൽ കോണ്ടം പീനസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫീമെയിൽ കോണ്ടം വജൈനയും സെർവിക്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫേമസ് മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് നിരോധം എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് സെക്സ് പീനിസ് ഇറക്ട് ചെയ്യും. ഈ ഇറക്ട് ചെയ്ത പീനിസിനെ നമ്മൾ എന്തുകൊണ്ട് കവർ ചെയ്യുന്നു, കോണ്ടം കൊണ്ട് കവർ ചെയ്യുന്നു. സോ സെമൻ റിലീസ് ചെയ്താലും ആ സെമൻ കോണ്ടത്തിനകത്തായിരിക്കും. സോ ഒരിക്കലും ദ ഇജാക്കുലേറ്റഡ് സെമൻ വിൽ നോട്ട് റീച്ച് ഇൻടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദ കോണ്ടം ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? യൂസ് ജസ്റ്റ് ബിഫോർ കോയിറ്റസ്. കോയിറ്റസിന് മുമ്പാണ്. ഓക്കെ, കോയിറ്റസിന് മുമ്പാണ്. കോയിറ്റസിന് ശേഷം ഇട്ട് കഴിഞ്ഞ് സെമൻ റിലീസ് ചെയ്തിട്ട് കോണ്ടം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. സെമൻ റിലീസ് ചെയ്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ സെമൻ റിലീസ് ചെയ്തിട്ട് പിന്നെ കോണ്ടം ഇട്ടിട്ട് കാര്യമില്ല. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ജസ്റ്റ് ബിഫോർ കോയിറ്റസിന് തൊട്ട് മുമ്പാണ് ഇത് പിന്നെ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഫേമസ് കോണ്ടം ഏതാണ്, മെയിൽ കോണ്ടം ഏതാണ്, നിരോധം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് കോണ്ടം. അഡ്വാൻറ്റേജസ് എന്താ? ഈ കോണ്ടം ഉപയോഗിച്ചുകൊണ്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള മെച്ചം, അഡ്വാൻറ്റേജസ് എന്താ? ഒന്ന്, ഇറ്റ് ഈസ് സെൽഫ് ഇൻസേർട്ടഡ്. സ്വന്തമായിട്ട് ഇത് യൂസ് ചെയ്യാം, ആരുടെയും സഹായമില്ലാതെ. ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും ചില കൺട്രാസെപ്റ്റീവ് മെത്തേഡ് നമുക്ക് ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും സഹായം വേണ്ടി വരും. അപ്പൊ ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇത് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. രണ്ടാമത്, സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഗീവ് പ്രൈവസി ടു ദ യൂസർ. ഇത് ഇയാളുടെ സ്വകാര്യത നഷ്ടപ്പെടാതെ കഴിയും. സോ അയാൾ ഇട്ട് എന്നുള്ളത് വേറെ ആരും പറയും. സോ ഇറ്റ് ഗീവ് പ്രൈവസി ടു ദ യൂസർ, സ്വകാര്യത ഉണ്ടായിരിക്കും. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസിലി ഡിസ്പോസിബിൾ. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇത് നശിപ്പിക്കാം. ഇറ്റ് ഈസ് നോട്ട് റീയൂസബിൾ അല്ല, ഇറ്റ് ഈസ് ഡിസ്പോസിബിൾ. ഇതെന്താണ്? ഡിസ്പോസിബിൾ ആണ്. നാലാമത്തെ എന്ന് വെച്ചാൽ വി ക്യാൻ പ്രൊട്ടക്ട് ബൈ യൂസിങ് കോണ്ടം, വി ക്യാൻ പ്രൊട്ടക്ട് us ഫ്രം ദ STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ലൈംഗിക രോഗങ്ങൾ എന്താ പറയുക? ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ STD എന്നല്ല, STI എന്നാണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ലൈംഗിക രോഗങ്ങളാണ് അത്. എയ്ഡ്സ് പോലെ മാരക രോഗങ്ങളിൽ നിന്നും ഇത് ഉപയോഗിച്ചാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഇത് ഉപയോഗിച്ച് സെക്സിലേർപ്പെട്ട പാർട്ട്ണർക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വരാനുള്ള ചാൻസ് പരമാവധി കുറവാണ്. സോ യൂസ് കോണ്ടം ഓർ യൂസ് ദിസ് മെത്തേഡ് ടു പ്രിവെന്റ് ഫ്രം STD. സോ what we are discussing is about the advantages of condom. കോണ്ടത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കോണ്ടം can be self inserted so that it gives privacy to the user. ഇയാൾക്ക് സ്വകാര്യത ലഭിക്കുന്നു. It is easily disposable ആണ്, and it protect the user from affecting STD. ലൈംഗിക രോഗങ്ങൾ, STD ഏറ്റവും പുതിയ ടെക്സ്റ്റിൽ STI എന്നാണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ കുറേ ഷോർട്ട് ഫോംസ് ഉണ്ട്. ആ ഷോർട്ട് ഫോം ഒക്കെ അവസാനം ഞാൻ പറഞ്ഞുതരാം. നിർബന്ധമായും പഠിക്കുക. ഷോർട്ട് ഫോം അത് എക്സ്പാൻഡ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻറ്റേജസ് സെൽഫ് ഇൻസേർട്ടഡ് ആണ്, പ്രൈവസി ടു ദി യൂസർ ഉണ്ട്, ഡിസ്പോസിബിൾ ആണ്. STD നിന്നും STD കിട്ടുന്നു എന്നല്ല, STD നിന്നും യൂസറെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഒരു STDക്ക് എക്സാമ്പിൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് എക്സാമ്പിൾ ആണ് എയ്ഡ്സ്, ഗോണോറിയ, ഹെർപ്പിസ്, അങ്ങനെ ധാരാളം രോഗങ്ങളുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് കോണ്ടം എന്ന് പറയുന്നത്. കോണ്ടം ഈസ് മേഡ് അപ്പ് ഓഫ് തിൻ റബ്ബർ ഓർ ലാറ്റക്സ്. ഇറ്റ് ഈസ് ക്യാൻ ബി യൂസ്ഡ് ബൈ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിൽസിന് വേറെ കോണ്ടാണ്, ഫീമെയിൽസിന് വേറെ കോണ്ടാണ്. മെയിൽസിന് എന്ത് ഉപയോഗിക്കാണ്? പീനിസ് കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ജസ്റ്റ് ബിഫോർ കോയിറ്റസ്. ഫീമെയിൽസിന് വജൈനയും സെർവിക്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെച്ചൊരു മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ എന്താണ്? നിരോധാണ്. ഇത് ഉപയോഗിച്ചാൽ മെച്ചം ഇജാക്കുലേറ്റഡ് സെമൻ, റിലീസ് ചെയ്ത സെമൻ വിൽ നോട്ട് എൻ്റർ ഇൻടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്നാണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ സെൽഫ് ഇൻസേർട്ടഡ് ആണ്, it give privacy to the user, easily disposable, it protect the user from affecting STD.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാരിയർ മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡാണ്. ഏതാണ്? ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട്. ഇത് മൂന്ന് കാര്യങ്ങൾ, ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ബാരിയർ മെത്തേഡ്. അപ്പൊ ബാരിയർ മെത്തേഡിൽ 2 ഹെഡിങ്സ് ആണ് വരുന്നത്. ഒന്ന് കോണ്ടംസ്, മെയിൽ കോണ്ടം ഉണ്ട്, ഫീമെയിൽ കോണ്ടം ഉണ്ട് എന്ന് പറഞ്ഞു. മെയിൽ കോണ്ടം പീനിസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫീമെയിൽ കോണ്ടം സെർവിക്സും വെജൈനയും കവർ ചെയ്യാൻ വേണ്ടിയിട്ടും. രണ്ടാമത്തെ ബാരിയർ മെത്തേഡാണ് മക്കളെ ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വാൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതെന്ന് പറഞ്ഞുതരാം. ഇത് മെയിൽസിന് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഫീമെയിൽസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് എവിടെ കവർ ചെയ്യുന്നു? ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് റബ്ബർ. ഇത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കവർ ദ സെർവിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിനകത്തുള്ള സെർവിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വളരെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റീയൂസബിൾ. ഇത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഇറ്റ്സ് എ ഗുഡ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. നല്ലൊരു ഗർഭനിരോധന മാർഗമാണ്. ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വാൾട്ട്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് റബ്ബർ. അത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഫീമെയിൽസിലെ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിനകത്തുള്ള സെർവിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് റീയൂസബിൾ. കോണ്ടം റീയൂസബിൾ അല്ല. ഓക്കെ, കോണ്ടം മെയിൽസിനും ഫീമെയിൽസിനും യൂസ് ചെയ്യാം. അപ്പൊ കോണ്ടത്തെ അപേക്ഷിച്ച് ഇവന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റീയൂസബിൾ എന്നുള്ളതാണ്. കോണ്ടത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ മെയിൽസിനും യൂസ് ചെയ്യാം, ഫീമെയിൽസിനും യൂസ് ചെയ്യാം. പിന്നെ ഇറ്റ് പ്രൊട്ടക്ട് ദ യൂസർ ഫ്രം STD എന്നൊക്കെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വാൾട്ട് ആണ്. മേഡ് അപ്പ് ഓഫ് റബ്ബർ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഫീമെയിൽ ടു കവർ ദ സെർവിക്സ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഇറ്റ് ഈസ് റീയൂസബിൾ. എന്താണ് ഈ സംഭവം? അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് സെർവിക്സ് എന്ന് പറയുന്നത്. ചെറിയൊരു കുഞ്ഞു തൊപ്പി പോലുള്ള സ്ട്രക്ചർ ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഡയഫ്രം ക്യാപ്പ് അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്പ് അല്ലെങ്കിൽ വാൾട്ട് എന്നൊക്കെ പറയുന്നത്. സോ അതിന്റെ മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ സ്ത്രീ എന്ത് ചെയ്യും? ഇതിനകത്തോട്ട് കയറ്റി വെക്കും. ഇതിനകത്തോട്ട് ഈ സാധനം കയറ്റി വെച്ചു. ഇതിനകത്തോട്ട് ഇതാണ് സെർവിക്കൽ ക്യാപ്പ് അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? ഇത് നേരെ സ്വന്തമായിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെക്കാം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഭർത്താവ് ഈ വജൈനകത്തോട്ട് സെമൻ റിലീസ് ചെയ്താലും ഒരിക്കലും സെമൻ ഏത് കൂടെ കടക്കില്ല. സെർവിക്കൽ കനാൽ വഴി, യൂട്രസ് വഴി, ഇവിടെ സെക്കൻഡറി യൂസേജ് കാത്തു നിന്നാലും ഇങ്ങോട്ട് എത്തില്ല. സോ വി ആർ മേക്കിംഗ് എ ബാരിയർ ടു പ്രിവെന്റ് ദ മീറ്റിംഗ് ഓഫ് സ്പെർം ആൻഡ് എഗ്. ഒരു ബാരിയർ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് സ്പെർം ആൻഡ് എഗ് തടയാം. എന്തുപയോഗിച്ചുകൊണ്ട്? ചില ക്യാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്. എന്താ ക്യാപ്പിന്റെ പേര്? സെർവിക്കൽ ക്യാപ്പ്, ഡയഫ്രം ക്യാപ്പ്, വാൾട്ട് എന്നൊക്കെ പറയും. പ്രത്യേകത ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് റബ്ബർ ആണ്. അത് ഫീമെയിൽസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്വാൻറ്റേജ് എന്നാൽ ഇറ്റ് ഈസ് റീയൂസബിൾ ആണ്. അപ്പൊ ഇതെന്ത് ഇതിനകത്തോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഫീമെയിൽസിനെ സ്വന്തമായിട്ട് ഇൻസേർട്ട് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. എന്തിനാണ് ഇത് ഇൻസേർട്ട് ചെയ്താൽ മെച്ചം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? It prevents the entry of sperm through cervix. Cervix വഴി sperm ഉള്ളിലോട്ട് കയറുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. സാധാരണയായിട്ട് കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി കൂട്ടാൻ, കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി എന്നാൽ ഗർഭനിരോധനം ഒന്നുകൂടി ഫലപ്രദമാവാൻ വേണ്ടിയിട്ട് ഈ സെർവിക്കൽ ക്യാപ്പിന്റെ ഒപ്പം അല്ലെങ്കിൽ വാൾട്ടിന്റെ ഒപ്പം ഡയഫ്രത്തിനൊപ്പം നമ്മൾ സ്പെർമിസിഡൽ ക്രീം. സിഡ എന്നുള്ള വാക്കിന്റെ അർത്ഥം കൊല്ലുക എന്നാണ്. അപ്പൊ എന്താ? ഇൻസെക്ടിസൈഡ്, ഇൻസെക്ടിനെ കൊല്ലുന്നത്. പെസ്റ്റിസൈഡ്, പെസ്റ്റിനെ കൊല്ലുന്നത്. ഫീമെയിൽ ഫീറ്റിസൈഡ്, ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നത്. അപ്പൊ എന്താ? സ്പെർമിസൈഡ്, സ്പെർമിനെ കൊല്ലുന്ന ക്രീം. അപ്പൊ എന്ത് ചെയ്യും? ഈ ക്യാപ്പിന് ചുറ്റും അല്ലെങ്കിൽ ക്യാപ്പിനകത്ത് നമ്മൾ സ്പെർമിസിഡൽ ക്രീം വെച്ചിട്ട് ഇതിനകത്തോട്ടിടും. അല്ലെങ്കിൽ ചില ജെല്ലീസ് ഉണ്ട് സ്പെർമിനെ കൊല്ലുന്നത്, അല്ലെങ്കിൽ ചില ഫോംസ് ഉണ്ട്. അപ്പൊ ചില സ്പെർമിസിഡൽ ക്രീമും ജെല്ലീസും ഫോംസും എന്തിനൊപ്പം നമ്മൾ വെക്കും? ഡയഫ്രം അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്പ് അല്ലെങ്കിൽ വാൾട്ടിനൊപ്പം അപ്ലൈ ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് വെക്കുന്നത്. ഇതിനകത്തോട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിൽ വെക്കുന്നത്. ഇത് വെച്ചാലും വെച്ചെന്താണ്? സ്പെർം കനോട്ട് എൻ്റർ ടു ദ യൂട്രസ് അല്ലെങ്കിൽ എഗ്ഗിനകത്തോട്ട് സെക്കൻഡ് യൂസറിനകത്തോട്ട് എത്താൻ കഴിയില്ല. ഏത് കടന്നിട്ട്? സെർവിക്കൽ കനാൽ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ബാരിയർ മെത്തേഡിൽ ഒന്നാമത്തെ നമ്മൾ കോണ്ടം ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തേതാണ് ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട്. മൂന്ന് സാധനങ്ങളാണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് റബ്ബർ. റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് സെർവിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റീയൂസബിൾ ആണ്. ഇറ്റ് പ്രിവെന്റ് എൻട്രി ഓഫ് സ്പെർം ത്രൂ ദ സെർവിക്സ്. സെർവിക്സ് വഴി സ്പെർം ഇങ്ങോട്ട്. എന്താ സെർവിക്സ് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ, എന്താണ് സെർവിക്കൽ കനാൽ, എന്താണ് വജൈന എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒന്നാമത്തെ എപ്പിസോഡ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ കാണുക. ഇതിനകത്ത് തന്നെ ഈ ചാനലിനകത്ത് ഒരു പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി. അപ്പോൾ ഇതിന്റെ കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊപ്പം ഈ ഡയഫ്രത്തിനെയും സെർവിക്കൽ ക്യാപ്പ് അല്ലെങ്കിൽ വാൾട്ടിനൊക്കെ നമ്മൾ സ്പെർമിസിഡൽ ക്രീമും ജെല്ലും ഫോം ഉപയോഗിക്കും. സിമ്പിൾ ആണ് സംഭവം. ഇതെന്ത് ചെയ്യും? അത് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് കഴിഞ്ഞു, ബാരിയർ മെത്തേഡ്. അപ്പൊ ബാരിയർ മെത്തേഡിൽ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കോണ്ടം, രണ്ടാമത്തത് എന്താണ്?
cervical cap, vault, diaphragm. ഇതിന്റെ പ്രത്യേകത എന്താണ്? cervical cap, vault, diaphragm ഒക്കെ ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്, റീയൂസബിൾ ആണ്. സെർവിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെർവിക്സ് കവർ ചെയ്താൽ വെച്ചെന്താണ് സ്പേം അതിനകത്ത് കൂടി യൂട്രസിനകത്തും ഒവിഡനകത്തോടും കയറില്ല കാര്യം മനസ്സിലാക്കുക. പിന്നെ അടുത്തത് ഇതിന്റെ കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടി നമ്മൾ സ്പെർമിസിഡൽ ക്രീമും ജെല്ലീസും ചില ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡുകളാണ്. നമ്മളിപ്പോൾ ആദ്യം എന്ത് പഠിച്ചു? കഴിഞ്ഞ എപ്പിസോഡിൽ നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. കുറച്ച് മുമ്പ് നമ്മൾ ഈ വീഡിയോയിലാണ് നമ്മൾ എന്ത് പഠിച്ചു? എന്താ പറയുക, ബാരിയർ മെത്തേഡുകൾ പറഞ്ഞു. ബാരിയർ മെത്തേഡ് വി ആർ യൂസിങ് സർട്ടൻ ബാരിയേഴ്സ് ടു പ്രിവെന്റ് ദ ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് എഗ് എന്ന് പറയും. അതിൽ നമ്മൾ കോണ്ടം പഠിച്ചു, പിന്നെ രണ്ടാമത്തെ സെർവിക്കൽ ക്യാപ്പ്, ഡയഫ്രം, വോൾട്ട് അതൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് IUDS എന്ന് പറയും. IUDS എന്ന് പറയും. IUDSന്റെ ഫുൾ ഫോം ഇവിടെ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് ആണ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഉള്ളിലേക്ക്, യൂട്ടറസിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന ഡിവൈസസ്. അതിനെ വിളിക്കുന്ന പേര് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് എന്ന് പറയുന്നത്. യൂട്ടറസിന്റെ അകത്തേക്ക് വെക്കുന്ന ചില ഉപകരണങ്ങൾ. ഇത് നമുക്ക് ഇറ്റ് കനോട്ട് ബി സെൽഫ് ഇൻസേർട്ടഡ്. നമുക്ക് സെൽഫ് ഇൻസേർട്ടഡ് അല്ല. It is inserted by doctors or expert nurse. ഡോക്ടറുടെയോ എക്സ്പേർട്ട് നഴ്സിന്റെയോ സഹായത്തോടു കൂടി വജൈന വഴി യൂട്രസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. സോ ഇത് സെൽഫ് ഇൻസേർട്ടഡ് അല്ല, ഡോക്ടേഴ്സിന്റെയോ എക്സ്പേർട്ട് നഴ്സിന്റെയോ സഹായത്തോടു കൂടി ഇതിനകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ IUDSന്റെ ഫുൾ ഫോം ചോദിക്കും. ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് എന്നാണ് IUDSന്റെ ഫുൾ ഫോം. മൂന്ന് തരത്തിലുള്ള IUDS ആണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUDS എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയും. അടുത്ത കോപ്പർ റിലീസിംഗ് IUDS എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ ആണ് കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375. ഇത് കോപ്പർ ടിയുടെ ചിത്രം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എക്സാമിന് ചോദിക്കും ഐഡന്റിഫൈ ദിസ് പിക്ചർ. അപ്പൊ പറയണം ഇത് കോപ്പർ റിലീസിംഗ് IUD ആണ്, ഇവരുടെ പേരാണ് കോപ്പർ ടി എന്ന് പറയണം. മൂന്നാമത്തേത് ഹോർമോൺ റിലീസിംഗ് IUD. രണ്ട് എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റാസേർട്ട് LNG-20. LNG-20ന്റെ ഫുൾ ഫോം എന്ന് പഠിക്കാനില്ല, ലെവനേജെസ്റ്ററോൾ എന്ന് പറയും. ഫുൾ ഫോം എന്ന് പഠിക്കാൻ നിങ്ങൾ പ്രൊജസ്റ്റാസേർട്ട് LNG-20 എന്ന് പറയും. അപ്പൊ മൂന്ന് ടൈപ്പ് IUDs ആണ്. എന്ത് വന്നാലും ഇത് മൂന്നും യൂട്രസിനകത്തേക്കാണ് വെക്കുന്നത്. ഏത് വഴി? വജൈന, സെർവിക്കൽ കനാൽ. ആരെ വെക്കുക? ഒന്നെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പെർട്ട്. അപ്പൊ ഈ ഡോക്ടേഴ്സിന്റെയോ എക്സ്പെർട്ട് നഴ്സിന്റെയോ സഹായത്തോടു കൂടി ഈ IUDs നമ്മൾ എന്ത് ചെയ്യും? നമ്മളല്ല, ഡോക്ടർ അല്ലെങ്കിൽ എക്സ്പെർട്ട് നഴ്സ് യൂട്രസിനകത്തേക്ക് വെക്കുക ചെയ്യുക. ഏത് വഴി? വജൈനോ ഇതിനകത്ത്. അപ്പൊ മൂന്ന് ടൈപ്പ് IUDs ഉണ്ട്. ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUDS, രണ്ട് കോപ്പർ റിലീസിംഗ് IUDS, മൂന്ന് ഹോർമോൺ റിലീസിംഗ് IUDS. ഇതിന് മൂന്നിനും എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്നാമത്തെ നോൺ മെഡിക്കേറ്റഡ് IUDS എക്സാമ്പിൾ ലിപ്പസ് ലൂപ്പ് ആണ്. കോപ്പർ റിലീസിംഗ് IUDS എക്സാമ്പിൾ കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375 ആണ്. ഹോർമോൺ റിലീസിംഗ് IUDS എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റാസേർട്ട് LNG-20. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ഇതൊക്കെ യൂട്രസിനകത്താണ് വെക്കുക. അതുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നത് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. ഇവൻ ഹോർമോണുകൾ റിലീസ് ചെയ്തുകൊണ്ട് ഗർഭധാരണം, കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവൻ ഹോർമോൺ റിലീസിംഗ് IUDS എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോപ്പർ റിലീസിംഗ് IUDS പേര് സൂചിപ്പിക്കുന്ന പോലെ അവൻ എന്തിനു റിലീസ് ചെയ്യും? കോപ്പർ ഇങ്ങനെ റിലീസ് ചെയ്യും. അങ്ങനെ സ്പേമിനെ കൊല്ലും. അങ്ങനെ സ്പേമിനെ കൊല്ലു കഴിഞ്ഞാൽ സെക്കൻഡ് യൂസായിട്ടും സ്പേമും ഫെർട്ടിലൈസേഷൻ നടക്കില്ല, കൺസീവ് ചെയ്യില്ല, ഗർഭം ധരിക്കില്ല. അങ്ങനെ ഗർഭം പ്രിവെന്റ് ചെയ്യാൻ കഴിയും. മീൻസ് കൺട്രാസെപ്ഷൻസ് ആയി. അതുകൊണ്ടാണ് ഇതിനെ കോപ്പർ റിലീസ് ചെയ്തുകൊണ്ടാണ് കോപ്പർ റിലീസിംഗ് IUDS എന്ന് പറയുന്നത്. നോൺ മെഡിക്കേറ്റഡ് IUDS എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ്. അവൻ സാധാരണ ഫാഗോസൈറ്റോസിസിലാണ് സഹായിക്കുക. സ്പേമിനെ ഫാഗോസൈറ്റ് ചെയ്യുക യൂട്രസിനകത്ത്. ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഇവന്ററാന്ന് പറഞ്ഞിട്ടില്ല. സോ യൂഷ്വലി പല രീതിയിലാണ് ഇവന്മാര് ഫംഗ്ഷൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നുകൂടി പറയാം, IUDSന്റെ ഫുൾ ഫോം ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് ആണ്. യൂട്രസിനകത്തേക്ക് ഡോക്ടേഴ്സിന്റെയോ എക്സ്പെർട്ട് നഴ്സിന്റെയോ സഹായത്തോട് കൂടി വെക്കുന്ന ഉപകരണങ്ങളാണ്. ടു പ്രിവെന്റ് കൺസെപ്ഷൻ. എന്താ കൺസെപ്ഷൻ? ഗർഭധാരണം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക. ടു പ്രിവെന്റ് കൺസെപ്ഷൻ എന്തിനു വേണ്ടിയാ? ഫോർ കൺട്രാസെപ്ഷൻ, ഗർഭനിരോധനത്തിന് വേണ്ടിയാണ്. മൂന്ന് ടൈപ്പ് IUDS ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUDS എക്സാമ്പിൾ ലിപ്പസ് ലൂപ്പ്, കോപ്പർ റിലീസിംഗ് IUDS എക്സാമ്പിൾ കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375, ഹോർമോൺ റിലീസിംഗ് IUDS എക്സാമ്പിൾ പ്രൊജസ്റ്റാസേർട്ട് LNG-20 എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആയ സാധനം എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന, എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
എങ്ങനെയും ഒറ്റപ്പെട്ടത് ഏതെന്ന് വരും. കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 325, LNG20. ഏതാണ് ആൻസർ? LNG20. കാരണം ഇത് ഹോർമോൺ റിലീസിംഗ് ആണ്, ബാക്കി മൂന്നെണ്ണം കോപ്പർ റിലീസിംഗ് ആണ്. അങ്ങനെ ചോദിക്കാം. അപ്പൊ അല്ലെങ്കിൽ ഇതിനെ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാം. കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 325, പ്രൊജസ്റ്റാസ്. അപ്പൊ ഇത് കോപ്പർ റിലീസിംഗ് IUD ആണ്, ഇത് ഹോർമോൺ റിലീസിംഗ് IUD ആണ്. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇത് നിർബന്ധമായും പഠിക്കണം. അപ്പൊ നോൺ മെഡിക്കേറ്റഡ് IUDs എക്സാമ്പിൾ ലിപ്പോസ് ലൂപ്പ് ആണ്. കോപ്പർ റിലീസിംഗ് IUDs എക്സാമ്പിൾ കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 325. ഈവൻ കോപ്പർ റിലീസ് ചെയ്തുകൊണ്ടാണ് പ്രിവെന്റ് ചെയ്യുന്നത് കൺസെപ്ഷൻ. ഹോർമോൺ റിലീസിംഗ് IUDs എക്സാമ്പിൾ പ്രൊജസ്റ്റാസ്, LNG20 ആണ്. ഈവൻ ഹോർമോൺ റിലീസിംഗ് IUDs ആണ്. നമ്മൾ ഇനി ഓരോന്നിനെ കുറിച്ച് ഇവന്മാരെ കുറിച്ചാണ് കൂടുതൽ അധികം പഠിക്കാനുള്ളത്. ഇവന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടി പറയട്ടെ. ദോസ് ഹു വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി ഓർ ദോസ് ഹു വാണ്ട് സ്പേസ് ചിൽഡ്രൻ. ഡിലേ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നൻസി ഡിലേ ചെയ്യുക, വൈകിപ്പിക്കുക. അല്ലെങ്കിൽ സ്പേസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യാകാശത്ത് പോയി കുട്ടി ഉണ്ടാക്കുകയല്ല. സ്പേസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ട് കുട്ടി ഉണ്ടാക്കും. എന്താണ് ഗ്യാപ്പ് ഇട്ട് കുട്ടി ഉണ്ടാക്കുക? അപ്പോൾ ഉദാഹരണമായി പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചതിന് ശേഷം അവർ പറയണം നമുക്ക് ഇപ്പോഴൊന്നും കുട്ടി വേണ്ട, ഒരു 5 വർഷം മതി കുട്ടികൾ, 5 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ. പക്ഷെ അവർ സ്വാഭാവികമായിട്ടും സെക്സിൽ ഏർപ്പെടാൻ ചാൻസ് ഉണ്ട്, പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാം? ഈ IUDs ഉപയോഗിച്ചു. അപ്പൊ ഈ IUDs ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ യൂട്രസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെക്സിൽ ഏർപ്പെട്ടാലും പ്രഗ്നന്റ് ആവില്ല. അപ്പം അവർക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ആ IUDs എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ദാറ്റ് ഈസ് വൈ ഞാൻ നേരത്തെ തുടക്കത്തിലെ പറഞ്ഞ ഒരു ക്വാളിറ്റി ഓഫ് എ ഗുഡ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് റിവേഴ്സിബിലിറ്റി. അതെടുത്ത് ഒഴിവാക്കി ഒരു സെക്സിൽ ഏർപ്പെട്ട് പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി. സോ ദോസ് ഹു വാണ്ട് സ്പേസ് ചിൽഡ്രൻ, ആർക്കെങ്കിലും സ്പേസ് ചിൽഡ്രൻ വേണമെങ്കിൽ സ്പേസ് ചിൽഡ്രൻ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുട്ടി, അല്ലെങ്കിൽ ദോസ് ഹു വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി ഡിലേ ചെയ്യണമെങ്കിൽ യൂഷ്വലി ദീസ് മെത്തേഡ്സ് ആർ അഡോപ്റ്റ്. ഈ മെത്തേഡാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതിനെ കുറിച്ചാണ്, IUDs കുറിച്ചാണ് അല്ലെ. IUDs 3 ടൈപ്പ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നോൺ മെഡിക്കേറ്റഡ് പറഞ്ഞു, കോപ്പർ റിലീസിംഗ് IUDs വന്നു, ഹോർമോൺ റിലീസിംഗ് IUDs വന്നു. അപ്പൊ നമ്മൾ ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ആദ്യം നോൺ മെഡിക്കേറ്റഡ് IUDs. നോൺ മെഡിക്കേറ്റഡ് IUDsന്റെ കാര്യം പറഞ്ഞു. എക്സാമ്പിൾ ലിപ്പോസ് ലൂപ്പ് ആണ്. ഇതാമത്തെ നോക്കാം മക്കളെ. കോപ്പർ റിലീസിംഗ് IUDs. കോപ്പർ റിലീസിംഗ് IUD, ഞാൻ പറഞ്ഞു ഈ IUDs എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. അത് യൂഷ്വലി ഇത് ചെയ്യുന്നത് ആരാണ്? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് നേഴ്സ് സ്ത്രീയുടെ വജൈന യൂട്രസിലേക്ക് ഈ സാധനം വെക്കുക ചെയ്യുന്നത്. ഞാൻ കാണിച്ചുതരാം. കോപ്പർ റിലീസിംഗ് IUDs എക്സാമ്പിൾ ആണ് കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375. അപ്പൊ ഈ കോപ്പർ ടിയും കോപ്പർ 7, മൾട്ടിലോഡ് 375 ഒക്കെ കോപ്പർ റിലീസിംഗ് IUDs ആണ്. ഇവന്മാർ എന്ത് റിലീസ് ചെയ്യും? കോപ്പർ അയോൺ റിലീസ് ചെയ്യും. അപ്പൊ ഇത് ഏകദേശം ഞാൻ കോപ്പർ ടിയുടെ ചിത്രം NCERT-നകത്തുള്ള ചിത്രം ഇവിടെ നിങ്ങൾക്ക് കാണാം. NCERT-നകത്തുള്ള ചിത്രം ഇവിടെ കാണാം. കണ്ടല്ലോ? ഏകദേശം T ഷേപ്പ് സ്ട്രക്ചർ അല്ലെ. ഈ T ഷേപ്പ് സ്ട്രക്ചർ ആണ് കോപ്പർ ടി. ഇതെന്തെയും നേരെ സ്ത്രീയുടെ യൂട്രസിനകത്തോട്ട് ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിനകത്ത് കൂടി പോവാൻ. അത് ആക്ച്വലി കുറെ പറയണമെങ്കിൽ ഞാൻ പറയുന്നില്ല, നമുക്ക് വീഡിയോ ലെസൺ ആയതുകൊണ്ട് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പൊ ഈ കോപ്പർ ടി ഡോക്ടേഴ്സ് യൂട്രസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പെർട്ട് നേഴ്സ് ആരുടെ ശരീരത്തിൽ ആ സ്ത്രീയുടെ യൂട്രസിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവന്മാർ എന്ത് ചെയ്യും? കോപ്പർ അയോൺസ് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടായിരിക്കും. ഈ കോപ്പർ അയോൺ റിലീസ് ചെയ്താൽ ഈ കോപ്പർ അയോണിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് സപ്രസ് ദ സ്പെർം മോട്ടിലിറ്റി. നമുക്കറിയാം സ്പെർം എന്ത് ചെയ്യും? വിഗറസ്ലി മോട്ടൈൽ ആണ്. അപ്പൊ ആ സ്പെർമിന്റെ മോട്ടിലിറ്റി മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തും ആര്? കോപ്പർ അയോൺ. അപ്പൊ ഇവിടെ സെക്കൻഡറി യൂസേജ് കാത്തു നിൽക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഈ കോപ്പർ ടി ഇൻസേർട്ട് ചെയ്ത ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. ഈ സ്ത്രീ തന്റെ ഭർത്താവുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു, ആ സ്പെർം റിലീസ് ചെയ്തു. സ്പെർം ഇവിടെ റിലീസ് ചെയ്താലും ഇതിനകത്തുനിന്ന് വരുന്ന കോപ്പർ അയോൺ സ്പെർമിന്റെ മോട്ടിലിറ്റി എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. അത് മാത്രമല്ല ഇറ്റ് സപ്രസ് ദ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പെർം. സ്പെർമിന്റെ എഗ്ഗുമായി കൂടിച്ചേരുന്ന കപ്പാസിറ്റി, ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി കുറക്കും. അപ്പൊ അതിന്റെ ഫലമായി സ്പേം സെക്കൻഡറി യൂസേജുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ആവില്ല, അല്ലെങ്കിൽ എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ആവില്ല. അതിന്റെ ഫലമായി കുട്ടിയെ നമ്മുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെ ഗർഭം നിർത്തുക എന്നുള്ളതാണ്. കൺട്രാസെപ്റ്റീവ് ഗർഭം നിരോധിക്കുക എങ്ങനെയാണെന്നുള്ളതാണ്. എങ്ങനെ പ്രഗ്നൻസി ആകുന്ന തടയുക എന്നുള്ളത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഹെഡിങ് IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ബൈ ദ doctors or nurse, expert nurse. It is inserted through the vagina into the uterus of the female. അത് 3 ടൈപ്പ് പറഞ്ഞു. നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിംഗ് IUD, ഹോർമോൺ റിലീസിംഗ് IUD. അതിൽ കോപ്പർ റിലീസിംഗ് IUD എക്സാമ്പിൾ ആണ് കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 325. ഇവ ഒരു കോപ്പർ അയോൺ റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺ സ്പെർമിന്റെ മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യുന്നു, അല്ലെങ്കിലോ ഇത് സപ്രസ് ദ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പെർം, സ്പെർമിന്റെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് IUDs.
those who want to delay pregnancy or those who want space children. നേരത്തെ പറഞ്ഞ ഡിലേ പ്രഗ്നൻസി ഡിലേ ചെയ്യാൻ അല്ലെങ്കിൽ സ്പേസ് ചിൽഡ്രൻ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുവാവ് നമുക്കുണ്ടല്ലോ, നമുക്കൊരു 5 വർഷം മതി മറ്റൊരു കുഞ്ഞാവ്, അപ്പം അങ്ങനെയൊക്കെ ആവണമെങ്കിൽ അപ്പോൾ പക്ഷെ സെക്സിൽ ഏർപ്പെടും ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ കോപ്പറേറ്റീവ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് അവർ ഇതിനകത്ത് യൂട്രസിനകത്ത് വെക്കുന്നതാണ്. അപ്പോൾ യൂട്രസിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്സിൽ ഏർപ്പെട്ടാലും എന്താവില്ല, പ്രഗ്നന്റ് ആണ്. കാരണം എന്താണ്? ഇപ്പോൾ സ്പേം റിലീസ് ചെയ്ത് ആ സ്പേമിനെ ഈ കോപ്പറേറ്റ് സപ്രസ് ചെയ്യും, അല്ലെങ്കിൽ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേം എന്തെങ്കിലും സപ്രസ് ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് കുട്ടികളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് റിവേഴ്സിബിൾ, അത് റിവേഴ്സിബിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ദോസ് ഹു വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി ഓർ ദോസ് ഹു വാണ്ട് സ്പേസ് ചിൽഡ്രൻ നമുക്ക് ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം? IUDS എന്ന് പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ഇന്ത്യയിലെ ദ മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് കൺട്രാസെപ്ഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്ത കൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ് അറിയാം? IUD. സോ ദോസ് ഹു വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി ഓർ ദോസ് ഹു വാണ്ട് സ്പേസ് ചിൽഡ്രൻ ഒക്കെ ഏത് യൂസ് ചെയ്യാം? IUDs ഉപയോഗിക്കാം. IUDs is considered as one of the most widely accepted method of contraception in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണ്? IUD ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ഹെഡിങ് ആണ്. മൂന്നാമത്തെ ഹെഡിങ് IUDSന്റെ രണ്ടാമത്തെ ഹെഡിങ് കോപ്പർ റിലീസിംഗ് IUD ആണ്. അത് 3 എക്സാമ്പിൾ: കോപ്പർട്ടി, കോപ്പർ 7 മൾട്ടിലോഡ് 325. ഇനി അടുത്തത് ഏതാണ്? ഹോർമോൺ റിലീസിംഗ് IUD. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് IUDസിനെ കുറിച്ചായിരുന്നു. IUDസിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. അത് മൂന്നാമത്തെ ഹെഡിങ് ഹോർമോൺ റിലീസിംഗ് IUDs ആണ്. ഇതും ഒരു IUD ആണ്. യൂട്രസിനകത്ത് വെക്കുന്ന ഇവന്റെ പേരാണ് ഹോർമോൺ റിലീസിംഗ് IUD. ഇവൻ എന്ത് റിലീസ് ചെയ്യുന്നു? ഹോർമോൺ റിലീസ് ചെയ്യുന്നു. 2 എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്രൊജസ്റ്റാസേർട്ടും LNG-20. ടെക്സ്റ്റ് അതിന്റെ വേർഡ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കാണാവുന്നതാണ്. പ്രൊജസ്റ്റാസേർട്ടും LNG-20 ഇവന് ഏതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ്? യൂട്രസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇവൻ എങ്ങനെയാണ് നമ്മുടെ ഗർഭം ധരിക്കുന്നത് പ്രിവെന്റ് ചെയ്യുക, അതായത് കൺട്രാസെപ്ഷൻ എങ്ങനെയാണ് ഇവ നടത്തുന്നത് നോക്കാം. ഇവന്റെ മെക്കാനിസം ഇറ്റ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഇവൻ ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. മറ്റേതെന്തായിരുന്നു? കോപ്പർ റിലീസിംഗ് IUD കോപ്പർ റിലീസ് ചെയ്തുകൊണ്ട് സ്പേമിന്റെ മോർട്ടിലിറ്റി കുറക്കുന്നു, അല്ലെങ്കിൽ സപ്രസ് ദ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേം, സ്പേം എഗ്ഗുമായി കൂടിച്ചെന്ന ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി പ്രിവെന്റ് ചെയ്യും. ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ ചെയ്യുന്നത് എങ്ങനെ? യൂട്രസിന് അൺസ്യൂട്ടബിൾ ആക്കും. സോ ഇറ്റ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. അത് എങ്ങനെയാണെന്ന് പഠിക്കൊന്നും വേണ്ട, കാരണം ഇവൻ ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പോൾ സ്ത്രീയുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. അപ്പൊ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയാതെ വരും. ഏതാണ്? സൈഗോട്ട്. അപ്പൊ സൈഗോട്ട് ഉണ്ടാവുന്നുണ്ടോ? മേ ബി സൈഗോട്ട് ഉണ്ടാവും. ആ ഉണ്ടായ സൈഗോട്ട് ഒരിക്കലും എന്തിൽ ഇംപ്ലാന്റ് ചെയ്യില്ല? എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റ് ചെയ്യില്ല. കാരണം ഈ ഹോർമോൺ റിലീസിംഗ് IUD എന്ത് ചെയ്യും? ഇറ്റ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. രണ്ടാമത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് സെർവിക്സ് ഹോസ്റ്റൈൽ ടു ദ സ്പേം. അത് ഹോസ്റ്റൈൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അത് ശത്രുത ഉണ്ടാക്കുന്നു എന്നാണ്. അതായത് സ്പേമിനെ സെർവിക്കൽ കനാൽ വഴി കടത്തിവിടില്ല. അതിന്റെ കാരണം, അതായത് ഇതാണല്ലോ മക്കളെ സെർവിക്കൽ കനാൽ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ കാണുന്നില്ല. അപ്പൊ ഇറ്റ് മേക്ക് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം. ഹോസ്റ്റൈൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞു, ശത്രുത ഉണ്ടാക്കുന്ന സ്പേം. അതായത് ഇതാണല്ലോ സെർവിക്കൽ കനാൽ. ആ സെർവിക്കൽ കനാൽ അവിടെ മ്യൂക്കസിന്റെ അളവിന് കട്ടിക്കൂട്ടും, തിക്നെസ് കൂടും മ്യൂക്കസ്. അപ്പൊ ഒരിക്കലും സ്പേമിന് ഇങ്ങോട്ട് എത്താൻ കഴിയും. അതാണ് ഉദ്ദേശം. പക്ഷെ നിങ്ങൾ ഈ വേർഡ്സ് മാത്രം ഭയങ്കര വൈഡ് ആയിട്ടൊന്നും പഠിക്കണ്ട, ഇത് മാത്രം പഠിക്കുക. മെക്കാനിസം ഓഫ് ഹോർമോൺ റിലീസിംഗ് IUD എന്ന് വെച്ചാൽ ഇറ്റ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. രണ്ടാമത് ഇറ്റ് മേക്ക് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം. സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചായിരുന്നു? IUDസിനെ കുറിച്ചായിരുന്നു. IUDസിന്റെ ഫുൾ ഫോം എന്താ? ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. മൂന്നാമത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ആദ്യം നാച്ചുറൽ മെത്തേഡ് പഠിച്ചു, രണ്ടാമത്തത് പിന്നെ ബാരിയർ മെത്തേഡ് പഠിച്ചു, മൂന്നാമത്തത് IUDs. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ 3 ടൈപ്പ് IUDs വെച്ചു. IUDസിന് ഫുൾ ഫോം എന്താ? ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. യൂട്രസിനകത്തേക്കാണ് വെക്കുന്നത്. ആരെ വെക്കുന്നത്? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പെർട്ട്. ത്രൂ ദ വജൈന ഇൻടു ദ യൂട്രസ്. യൂട്രസിനകത്തേക്കാണ് വെക്കുന്നത്. അപ്പൊ ഇത് അതിനകത്തേക്ക് വെച്ചൊരു ചിത്രം ഇവിടെ കാണാം. ഒരു കോപ്പർട്ടി യൂട്രസിനേക്ക് അകത്ത് വെച്ചൊരു ചിത്രം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു കോപ്പർട്ടി യൂട്രസിനകത്തേക്ക് വെച്ച് ഗൂഗിളിൽ നിർത്തിയ ചിത്രമാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ടൈപ്പ് IUDസിന്റെ ഏതൊക്കെയാണ്? ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUDസിന് അതിന്റെ എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ്. അത് സാധാരണയായിട്ട് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം വിത്ത് ദ യൂട്രസ്. യൂട്രസിനകത്ത് വെച്ച് സ്പേമിന്റെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല തോന്നുന്നു. രണ്ടാമത്തത് കോപ്പർ റിലീസിംഗ് IUD ആണ്. അതിന് 3 എക്സാമ്പിൾ പഠിച്ചു. കോപ്പർട്ടി, കോപ്പർ 7 മൾട്ടിലോഡ് 375 എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അവന്മാർ എന്ത് റിലീസ് ചെയ്യും? കോപ്പർ റിലീസ് ചെയ്യും. ആ കോപ്പർ എന്ത് ചെയ്യും? സ്പേമിനെ സപ്രസ് ചെയ്യുന്നു, അതിന്റെ മോർട്ടിലിറ്റിയെ സപ്രസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേം സപ്രസ് ചെയ്യുന്നു. അപ്പൊ സ്പേമിന് ഫെർട്ടിലൈസിംഗ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാക്കാകുന്നു. പിന്നെ മൂന്നാമത്തതാണ് ഹോർമോൺ റിലീസിംഗ് IUD. അതിന് 2 എക്സാമ്പിൾ പഠിച്ചു. പ്രൊജസ്റ്റാസേർട്ട് പഠിച്ചു, LNG-20 പഠിച്ചു.
അവന്മാർ ഹോർമോൺ റിലീസ് ചെയ്യും. അവന്മാരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പിന്നെ അവന്മാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ, യൂട്രസിനെ ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആക്കുന്നു. രണ്ടാമത്തത് പിന്നെ ഇറ്റ് മേക്ക് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം. ഞാൻ പറഞ്ഞ സെർവിക് ഹോസ്റ്റൈൽ ടു സ്പേം സാധാരണയായിട്ട് മ്യൂക്കസ് പ്ലഗ് എന്ന് പറയും. അത് പഠിക്കേണ്ട തോന്നുന്നു, കുറച്ച് ലെവൽ കൂടുതലാണ്, കുറച്ച് അധികമാണ് തോന്നുന്നു. പ്ലസ് മ്യൂക്കസിന്റെ തിക്നെസ് കൂട്ടുന്നു സെർവിക്സ്. അപ്പൊ ഒരിക്കലും സ്പേം ഇതുപോയി പോലും. ഹോസ്റ്റൈൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ശത്രുതയാണ്. നിങ്ങൾ ഈ രണ്ട് വേർഡ്സ് മാത്രം എൻസിആറിലെ രണ്ട് വേർഡ്സ് മാത്രം പഠിച്ചാൽ മതി. ഇറ്റ് മേക്ക് യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ സെർവിക്സ് ഹോസ്റ്റൈൽ ടു ദ സ്പേം. അങ്ങനെയാണ് ഇത് പ്രിവെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഒന്നാമത്തെ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതാണ്, മെഡിക്കേറ്റഡ് ആണോ, ഹോർമോൺ റിലീസിംഗ് ആണോ, കോപ്പർ റിലീസിംഗ് ആണോ എന്നൊക്കെ എക്സാമിൽ ചോദിക്കുന്നതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, this IUD is considered as one of the most widely accepted contraception in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച സ്ത്രീകൾ സ്വീകരിച്ച ഒരു കൺട്രാസെപ്റ്റീവ് മെത്തഡാണ് IUD. Those who want to delay pregnancy or those who want to need a space children, ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞാവ് ഉണ്ടാവണമെങ്കിൽ ഇതാണ് അംഗീകരിക്കാറുള്ളത്. സോ പഠിക്കുക. ദിസ് ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ആക്സെപ്റ്റഡ് കൺട്രാസെപ്ഷൻ ഇൻ ഇന്ത്യ. ഇനി നമ്മൾ അടുത്ത കൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ച് പോവാണ്. അടുത്ത കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് നാലാമത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ച് പറയാൻ പോവാണ്. ഓക്കെ, കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് നാലാമത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. പറഞ്ഞതിന് ആദ്യത്തെ നാലിച്ചു നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്, ബാരിയർ മെത്തേഡ് കഴിഞ്ഞു. മൂന്നാമത്തെ IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് ഓറൽ കൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയും. വായ വഴിയുള്ള ഗർഭനിരോധനം എന്നൊക്കെ പറയും. ഒന്നുമില്ലാതെ ഗുളികകളാണ് ഉദ്ദേശിച്ചത്. ദേ ആർ കോമൺലി കോൾഡ് ആസ് ഓറൽ പീൽസ് എന്ന് പറയും. ഇതിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ സഹേലിയെ കുറിച്ചൊക്കെ പറഞ്ഞില്ലായിരുന്നു. റിസർച്ച് എന്ന് പറഞ്ഞ ടോപ്പിക്കൊക്കെ എടുത്തപ്പോൾ അതിനാണ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇതൊരു ഗർഭനിരോധന മാർഗ്ഗമാണ് ഓറൽ കൺട്രാസെപ്റ്റീവ്, ഓൾസോ കോൾഡ് ആസ് ഓറൽ പീൽസ് എന്ന് പറയുന്നു. They are available in the form of tablets. അത് ഗുളികകളുടെ രൂപത്തിലാണ് അവൈലബിൾ ആയത്. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്ന പേര് പിൽസ് എന്ന് പറയുന്നത്. പിൽസ്, PILLS എന്ന് പറയുന്നത്. ഇതൊന്നെങ്കിൽ ആ പിൽസിനകത്ത് ഒന്നെങ്കിൽ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ കൊണ്ട് മാത്രം ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ പ്രൊജസ്റ്ററോണും ഈസ്ട്രജനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഗുളികളായിരിക്കും. So we are discussing about oral contraceptive. It is also called as oral pills. അതിന്റെ മറ്റൊരു പേരാണ് oral pills. നമ്മളത് ഗുളിക കഴിക്കുക ചെയ്താൽ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ്. ടാബ്ലറ്റ്സിന്റെ രൂപത്തിലാണ്, ഗുളികകളുടെ രൂപത്തിലാണ് അവൈലബിൾ ആയത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പിൽസ്. ഈ പിൽസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഐദർ പ്രൊജസ്റ്ററോൺ ഓൺലി, പ്രൊജസ്റ്ററോൺ കൊണ്ട് മാത്രമായിരിക്കും ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പ്രൊജസ്റ്ററോണും ഈസ്ട്രജനും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കിയത്. ഇത് പുരുഷന്മാർക്കുള്ളതല്ല, സ്ത്രീകൾക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിക്കുന്ന മെത്തേഡ് വെച്ചാൽ 21 ദിവസം ഇത് കഴിച്ചുകൊണ്ടിരിക്കണം. ഓരോ ഗുളികകളായിട്ട് 21 ദിവസം ഇത് കഴിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം, ഏകദേശം 7 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇതേപോലെ 21 ദിവസത്തേക്ക് 7 ദിവസം. ആ 7 ദിവസം ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ച മെനസ്ട്രേഷൻ പീരീഡ് ആണ്. മെനസ്ട്രേഷൻ പീരീഡിന്റെ സമയത്ത് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 21 ദിവസവും റിപ്പീറ്റ് ചെയ്ത് എത്ര വരെ നമുക്ക് പ്രഗ്നൻസി വേണ്ട, പ്രഗ്നന്റ് ആവേണ്ട, അല്ലെങ്കിൽ കൺസീവ് ചെയ്യേണ്ട അത്രത്തോളം വരെ നിങ്ങൾ കഴിച്ചുകൊടുക്കുക. 21 ദിവസം. 21 ദിവസത്തിന്റെ കണക്കെന്ന് വെച്ചാൽ 28 ദിവസമാണല്ലോ മെനസ്ട്രൽ സൈക്കിൾ. അതിൽ 7 ദിവസമാണ് മെനസ്ട്രേഷൻ പീരീഡ്. ആ 7 ദിവസമാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ 21 ദിവസം കഴിക്കുക. അപ്പോഴേക്ക് എന്തെയും മെനസ്ട്രേഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ ആ ദിവസം കഴിക്കേണ്ട. പിന്നെ മെനസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഗ്യാപ്പ് ആഫ്റ്റർ 7 days ഓഫ് ഗ്യാപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. എത്ര വരെ പ്രഗ്നൻസി, എത്രത്തോളം നമുക്ക് വേണ്ട അത്രത്തോളം പ്രഗ്നന്റ് ആവണമെങ്കിൽ അത്രത്തോളം കണ്ടിന്യൂ ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ പറയുക, ഈ ഓറൽ കൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ഈ പിൽസിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എഫക്റ്റീവ് ആണ്, വളരെ ഉപകാരമുള്ളതാണ്. എഫക്റ്റീവ് ആണ്. എഫക്റ്റീവ് മീൻസ് നമ്മുടെ കാര്യം നടക്കും. ദാറ്റ് മീൻസ് കൺസീവ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സൈഡ് എഫക്റ്റ് വളരെയധികം കുറവാണ്. വെൽ ആക്സെപ്റ്റഡ് ബൈ ദ ഫീമെയിൽ. സ്ത്രീകൾക്കൊക്കെ നല്ല ഉപകാരമുള്ളതാണ്. ഗർഭപാത്രത്തിൽ IUD വെക്കുന്ന പോലെ, കോപ്പർട്ടി അല്ലെങ്കിൽ ഹോർമോണൈസിംഗ് ആയിട്ട് യൂട്രസിലേക്ക് വെക്കുന്ന പോലെ, കോണ്ടം ധരിക്കുന്ന പോലെ ഒന്നുമല്ല ഇത്. ഇത് ജസ്റ്റ് ഗുളികകളാണ്. സോ ഇറ്റ് ഈസ് വെൽ ആക്സെപ്റ്റഡ് ബൈ ദ ഫീമെയിൽ. സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്, എഫക്റ്റീവ് ആണ്. ഇനി എന്താണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? എങ്ങനെയാണ് ഈ ഗുളിക കഴിച്ചാൽ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്, ഗർഭം പ്രഗ്നന്റ് ആകാത്തത് എന്തുകൊണ്ടാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദിസ് പിൽസ്. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ ഇതിനകത്ത് ഒന്നെങ്കിൽ പ്രൊജസ്റ്ററോൺ ഓൺലി ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആയിരിക്കും. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ നടക്കില്ല, ഓവുലേഷൻ നടക്കില്ല. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് ലൂസർ റിലീസ് ഇല്ല. സെക്കൻഡ് ലൂസർ റിലീസ് ചെയ്യെങ്കിൽ സ്പേം അവിടെ പോയി നിന്നാൽ ആരെ കാണില്ല മക്കളെ, സെക്കൻഡ് ലൂസറിനെ കാണില്ല. സോ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഓവുലേഷൻ നടക്കില്ല, ഇംപ്ലാന്റേഷൻ നടക്കില്ല. രണ്ട്, ഇറ്റ് ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് സ്പേം. ഇറ്റ് ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് എൻട്രി ഓഫ് സ്പേം. ഞാൻ പറഞ്ഞു സെർവിക്കൽ കനം
അവിടെ ഒരു മ്യൂക്കസ് പ്ലഗ് ഉണ്ട്, ആ മ്യൂക്കസിന്റെ അളവ് കൂട്ടും. അപ്പൊ ഒരിക്കലും നേരത്തെ അതേപോലെ സെർവിക്കൽ കനാലിനകത്തുള്ള മ്യൂക്കസിന്റെ അളവ് കൂട്ടും. അപ്പൊ സ്പേം ഒരിക്കലും അതിനകത്തുകൂടി കയറില്ല. ഇമ്പോർട്ടന്റ് ആണിത്, അതുകൊണ്ടാണ് ഒന്ന് സ്ലോ ഡൗൺ ചവിട്ടി പിടിച്ച് പറയുന്നത്. Oral contraceptive method, also called oral pills. They are available in the form of tablets, hence it is called pills. Pills are made up of either progesterone only അല്ലെങ്കിൽ progesterone estrogen combination ആണ് ഇത് അവൈലബിൾ ആകുന്നത്. ഇത് കഴിച്ചാൽ എത്ര ദിവസം കഴിക്കണം? 21 ദിവസം നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസം ഇങ്ങനെ കഴിച്ചുകൊടുക്കുക. ആഫ്റ്റർ ഗ്യാപ്പ് ഓഫ് 7 days during which menstruation is ഒക്കെ ആ ദിവസം കഴിക്കണം. പിന്നെ 21 ദിവസം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പൊ എത്രത്തോളം കാലം കൺസീവ് ചെയ്യേണ്ട അത്രത്തോളം കാലം ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സെക്സിൽ ഏർപ്പെട്ടാലും എന്താവില്ല, പ്രഗ്നന്റ് ആവില്ല. ഓക്കെ, ഇനി അടുത്തത് ധാരാളം എക്സാമ്പിൾ ഉണ്ട്. ഈ പ്രൊജസ്റ്ററോൺ ഓൺലി അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ എക്സാമ്പിൾ ഉണ്ട്. മാലാഡി, മാലായൻ, ഇതൊക്കെ ഈ പിൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. പിൽസിന് എക്സാമ്പിൾ ആണ് മാലാഡി, മാലായൻ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ മാലാഡി, മാലായനൊക്കെ ഇത് പ്രൊജസ്റ്ററോൺ ഓൺലി ആയിരിക്കും അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആയിരിക്കും. ഈ പിൽസിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇത് എഫക്റ്റീവ് ആണ്, സൈഡ് എഫക്ട് വളരെയധികം കുറവാണ്, വെൽ ആക്സെപ്റ്റഡ് ബൈ ദ ഫീമെയിൽസ് എല്ലാവരും നല്ല സ്വീകരിച്ച ഒരു മെത്തഡാണിത്. ഇത് കഴിച്ചാൽ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇത് കഴിച്ചാൽ എന്താ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കില്ല? ഓവുലേഷൻ നടക്കില്ല, ഇംപ്ലാന്റേഷൻ നടക്കില്ല, സെർവിക്കൽ കനാലിനകത്തുള്ള മ്യൂക്കസിന്റെ ക്വാളിറ്റി മാറും. അപ്പൊ ഒരിക്കലും സ്പേം അതിനകത്ത് കൂടി കയറി പോകില്ല. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരെ ഈ ഭാഗത്തിന് നേരെ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞൊരു ഗുളിക ഉണ്ടായിരുന്നല്ലോ അല്ലെ, സഹേലി എന്ന് പറയും. സ്ക്രീനിൽ കാണാം, സഹേലി. ഇറ്റ് ഈസ് എ നോൺ സ്റ്റീറോയിഡ് പിൽ. സ്റ്റീറോയിഡുകൾ ഇല്ലാത്ത പില്ലാണ് ഇതെന്ന് പറയുന്നത്, സഹേലി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് സയന്റിസ്റ്റ് ഓഫ് ലക്നൌവിലെ CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ലൊക്കേറ്റ് ചെയ്തത് ലക്നൌ ആണ്. അവിടുത്തെ സയന്റിസ്റ്റ് ആണ്. ഇത് വൺസ് എ വീക്ക് പില്ലാണ്, ആഴ്ചയിൽ ഒന്ന് കഴിച്ചാൽ മതി. മറ്റേത് ഡെയിലി ഇങ്ങനെ കഴിച്ചു കൊടുക്കണ്ടേ, ഇത് വൺസ് എ വീക്ക് പില്ലാണ്, ആഴ്ചയിൽ ഒന്ന് കഴിച്ചാൽ മതി. സൈഡ് എഫക്ട് വളരെയധികം നില്ലാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് രണ്ടെണ്ണമാണ്. സൈഡ് എഫക്ട് വളരെയധികം നില്ലാണ്. ഹൈ കൺട്രാസെപ്റ്റീവ് വാല്യൂ, ഗർഭം നിരോധിച്ചിരിക്കും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓറൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ്, ആൾസോ കാൾഡ് ഓറൽ പിൽസ് ആണ്. ദേ ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ്, ഹെൻസ് കാൾഡ് പിൽസ്. Pills are made up of either progesterone only അല്ലെങ്കിൽ progesterone estrogen combination. എക്സാമ്പിൾ ആണ് പിൽസിന് മാലാഡി, മാലായൻ. ഇത് ആർക്കുള്ളതാണ്? സ്ത്രീകൾക്കുള്ളതാണ് ഇതെന്ന് പറയുന്നത്. എത്ര ദിവസം കഴിക്കണം? 21 days ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം, ഓരോന്നും കഴിച്ചുകൊണ്ടിരിക്കണം. ആഫ്റ്റർ ഗ്യാപ്പ്, ഒരു 7 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ആ ദിവസങ്ങളാണ് മെൻസ്ട്രേഷൻ കഴിക്കേണ്ട. പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. നിർത്തിയപ്പോഴാണ് പ്രഗ്നന്റ് ആണെങ്കിൽ ഇത് നിർത്തിയാൽ മതി. പിന്നെ സെക്സിൽ ഉൾപ്പെട്ട പ്രഗ്നന്റ് ആവുന്നതാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? പിൽസിന്റെ അഡ്വാൻറ്റേജ് എഫക്റ്റീവ് ആണ്, സൈഡ് എഫക്ട് വളരെയധികം കുറവാണ്, വെൽ ആക്സെപ്റ്റഡ് ബൈ ദ ഫീമെയിൽസ് ആണ്. പിന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇതിന്റെ മെക്കാനിസം എന്താണ്? ഇറ്റ് ഇൻഹിബിറ്റ് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നതാണ്, ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ് ആൻഡ് പ്രിവെന്റ് എൻട്രി ഓഫ് സ്പേം. സെർവിക്കൽ കനാലിനകത്തുള്ള മ്യൂക്കസിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, തിക്നെസ് കൂടും. ഒരിക്കലും സ്പേം എന്ത് ചെയ്യില്ല, സ്പേം യൂട്രസിനകത്തോട്ട് സെക്കൻഡ് യൂസിനെ തേടി പോകുന്നില്ല. ഓക്കെ, അവിടെ തന്നെ ബ്ലോക്ക് ആവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചാണ് സഹേലി എന്ന് പറയുന്ന വൺസ് എ വീക്ക് പില്ലാണ്. അതിന്റെ സൈഡ് എഫക്ട് വളരെയധികം കുറവാണ്. അത് നോൺ സ്റ്റീറോയിഡ് പില്ലാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ട് ഒന്ന് സ്പീഡ് ചെയ്യുന്നത്. സഹേലി ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ദ സയന്റിസ്റ്റ് ഓഫ് CDRI ലക്നൗ. CDRI ഫുൾ ഫോം എന്താ? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലെ സയന്റിസ്റ്റുകളാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു നോൺ സ്റ്റീറോയിഡ് പില്ലാണ്. പിന്നെ ഇറ്റ് ഈസ് എ വൺസ് എ വീക്ക് പില്ല്, ആഴ്ചയിൽ ഒന്ന് മാത്രം കഴിക്കാൻ മതി, അങ്ങനത്തെ പില്ലാണ്. പിന്നെ ഹൈ കൺട്രാസെപ്റ്റീവ് വാല്യൂ ആണ്, ലെസ് സൈഡ് എഫക്റ്റ് ആണ്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഹൈ കൺട്രാസെപ്റ്റീവ് വാല്യൂ ആണ്, ലെസ് സൈഡ് എഫക്റ്റ് ആണ്. ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? ഓറൽ കൺട്രാസെപ്റ്റീവിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തതാണ്. അഞ്ചാമത്തെ പേരാണ് ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്. അഞ്ചാമത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. 5ഉം 6ഉം ഒരുമിച്ച് പറയാം. ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ് എന്ന് പറയും. തൊട്ട് മുന്നേ നാലാമത്തേൽ പഠിച്ച ഓറൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ ഏകദേശം അതേപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഓറൽ കൺട്രാസെപ്റ്റീവ് ഇസ് ആൾസോ കാൾഡ് ഓറൽ പിൽസ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഐദർ പ്രൊജസ്റ്ററോൺ ഓൺലി അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ. ഇതേപോലെ തന്നെയാണ് ഇൻജെക്റ്റബിൾ എന്ന് പറഞ്ഞാൽ പ്രൊജസ്റ്ററോൺ അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ എന്ത് ചെയ്യുക? ഇൻജെക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സ്കിന്നിനെ താഴെ ഇംപ്ലാന്റ് ചെയ്യുക. ആ ചിത്രമാണ് ഇവിടെ കാണാം, ഇംപ്ലാന്റ്. അത് നീവാനത്ത് ഒന്നുകിൽ പ്രൊജസ്റ്ററോൺ മാത്രമായിരിക്കും അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആയിരിക്കും. അത് നീ സ്കിന്നിനെ താഴെ ഇംപ്ലാന്റ് ചെയ്ത് വെക്കുക ചെയ്യുക. ചിത്രത്തിൽ നോക്കൂ, ഒരു ഇംപ്ലാന്റ് ചെയ്തത് കാണാം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മുടെ പിൽസിന് അതേപോലെ തന്നെയാണ്. അത് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രൊജസ്റ്ററോൺ മാത്രം ഇൻജെക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ ഇൻജെക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിലെന്താ വെച്ചാൽ ഒന്നുകിൽ പ്രൊജസ്റ്ററോൺ മാത്രം ഇൻജെക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ ഇൻജെക്ട് ചെയ്യുക. ഇത് ഇൻജെക്ട് ചെയ്താലുള്ള മെച്ചം എന്ന് വെച്ചാൽ മറ്റിന്റെ അതേ എഫക്ട് തന്നെയാണ്. അതേ ഏതിന്റെ പോലെ ഓറൽ പിൽസിന് അതേപോലെ തന്നെയാണ്. ഒന്ന് എന്ത് ചെയ്യും? ഇറ്റ് ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഓവുലേഷൻ നടക്കില്ല, ഇംപ്ലാന്റേഷൻ നടക്കില്ല. And change the അത് കുറയ്ക്കുന്നു. ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് എൻട്രി ഓഫ് സ്പേം.
സെർവിക്കൽ കനാലിൽ മ്യൂക്കസിന്റെ തിക്നെസ് കൂട്ടുന്നു അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടുന്നു, അതിന്റെ ഫലമായി സ്പേം സെർവിക്കൽ കനാൽ വഴി യൂട്രസ് വഴി പോവില്ല. അപ്പൊ അങ്ങനെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. മറ്റേ അതേപോലെ തന്നെയാണ് ഓറൽ പിൽസിന്റെ, പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ദേ ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് ആർ പ്ലേസ്ഡ് അണ്ടർ ദ സ്കിൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം നിന്നിട്ട് നിങ്ങളോട് ചോദിക്കും എന്താണ് ഇതെന്ന് ചോദിക്കും. അപ്പൊ അത് പറയുന്നത് ഇംപ്ലാന്റ് ആണ്, ഇതൊരു കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ്. ഇതിൽ ഒന്നെങ്കിൽ പ്രൊജസ്ട്രോൺ മാത്രമായിരിക്കും അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ആയിരിക്കും. അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇത് തന്നെയാണ്. ഇത് നമ്മൾ ഏതിൽ എഴുതിയതാണ്, ഓറൽ കൺട്രാസെപ്റ്റീവിന്റെ സെയിം തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ, പിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിന് എഫക്റ്റീവ് പീരിയഡ് ഈസ് മച്ച് ലോങ്ങർ. കുറച്ചും കൂടി എഫക്റ്റീവ് പീരിയഡ്, കുറച്ചും കൂടി നമ്മൾ മറ്റൊരു ഡെയിലി കഴിക്കണ്ടേ, ഇതിന് എഫക്റ്റീവ് പീരിയഡ് എന്ത് ചെയ്യും, കുറച്ചും കൂടി മച്ച് ലോങ്ങർ ആയിരിക്കും. സോ ദ എഫക്റ്റീവ് പീരിയഡ് ഓഫ് ഇഞ്ചക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ് ഓർ അല്ല മക്കളെ, ആൻഡ് എന്നാണ്, രണ്ടും രണ്ടാണ്. ഇഞ്ചക്റ്റബിൾ ഇഞ്ചക്ഷന്റെ രൂപത്തിലാണ്, ഇംപ്ലാന്റ് എന്താണ് സ്കിന്നിന്റെ അടിയിലാണ് വെക്കുന്നത്. സോ ദർ എഫക്റ്റീവ് പീരിയഡ് ആർ മച്ച് ലോങ്ങർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചായിരുന്നു, ഗർഭ നിരോധന മാർഗങ്ങളെ കുറിച്ചായിരുന്നു. ഇനി ഒരു മെത്തേഡും കൂടിയുണ്ട്, സർജിക്കൽ മെത്തേഡ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ മെത്തേഡ് പഠിച്ചു, ബാരിയർ മെത്തേഡ് പഠിച്ചു, IUDs പഠിച്ചു, ഓറൽ കൺട്രാസെപ്റ്റീവ് പഠിച്ചു, പിന്നെ ഇഞ്ചക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ് പഠിച്ചു. ഞാൻ പറഞ്ഞു ഇഞ്ചക്റ്റബിളിനെയും ഇംപ്ലാന്റിനെയും മെക്കാനിസം ഓഫ് ആക്ഷൻ ഈ സെയിം ലാസ്റ്റ് ദാറ്റ് ഓഫ് ദ പിൽസിന്റെ അതേപോലത്തെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. കാരണം ഇഞ്ചക്റ്റബിളും ഇംപ്ലാന്റും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രൊജസ്ട്രോൺ ഓൺലി ആയിരിക്കും അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്റ്റേൺ കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെയുള്ള ആകെ ഇഞ്ചക്റ്റബിൾ അല്ലെങ്കിൽ ഇംപ്ലാന്റിന്റെ ഏക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, എഫക്റ്റീവ് പീരിയഡ് എന്തായിരിക്കും, മച്ച് ലോങ്ങർ ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമർജൻസി കൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ചാണ്, അടിയന്തര ഗർഭ നിരോധന മാർഗം. അപ്പൊ എന്താണ് എമർജൻസി കൺട്രാസെപ്റ്റീവ് മെത്തേഡ്? ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയോടെ കാണാം, ഈ പെൺകുട്ടി റേപ്പിന് വിധേയമായി, പീഡനത്തിന് വിധേയമായി, അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെട്ടു. There was an unprotected sex. അതൊരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആയിരുന്നു. എന്ത് ഈ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, പിന്നെ സേഫ് അല്ലാത്ത സെക്സ്, ദാറ്റ് മീൻസ് കോണ്ടം ഉപയോഗിക്കാത്ത സെക്സ് അല്ലെങ്കിൽ IUDs ഒന്നും വെക്കാതെ ഒരു പെൺകുട്ടി ഒരു തന്റെ ഭർത്താവുമായി സെക്സിൽ ഏർപ്പെട്ടു. പിന്നീട് തോന്നി വേണ്ടിയിരുന്നില്ല, സെക്സിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു, പക്ഷെ സെക്സിൽ ഏർപ്പെട്ടു, പിന്നെ ഇൻസെമിനേഷന് വിധേയമായി സെമൻ റിലീസ് ചെയ്തു. അപ്പോൾ പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു പെൺകുട്ടി റേപ്പിന് വിധേയമാവുക അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് അതിന് വിധേയമായി കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ പ്രഗ്നന്റ് ആകാൻ പോവാണല്ലോ, അപ്പൊ പ്രഗ്നൻസി നിരോധിക്കണം. ദാറ്റ് വാട്ട് വി കോൾഡ് ആസ് എമർജൻസി കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. പെട്ടെന്ന് ഗർഭം നിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഒന്നുകിൽ പ്രൊജസ്ട്രോൺ ഓൺലി കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്റ്റേൺ കോമ്പിനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ IUDs കൊടുക്കുക വിത്തിൻ 72 hours ഓഫ് കോയിറ്റസ് ടു ദാറ്റ് ഓഫ് ഫീമെയിൽ. അതായത് 3 ദിവസത്തിൽ 72 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പെൺകുട്ടി സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് 72 മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നെങ്കിൽ പ്രൊജസ്ട്രോൺ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്റ്റേൺ കോമ്പിനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ IUDs ആസ്ട്രയുടെ യൂട്രസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാൻ കഴിയും, കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. എന്താണ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗർഭധാരണം പ്രിവെന്റ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. പ്രൊജസ്ട്രോൺ ഓൺലി എന്ന് പറഞ്ഞാൽ നമുക്ക് പിൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾസ് യൂസ് ചെയ്യാം, ഇംപ്ലാന്റുകൾ യൂസ് ചെയ്യാം. അപ്പോൾ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്റ്റേൺ കോമ്പിനേഷൻ അല്ലെങ്കിൽ IUDs വിത്തിൻ 72 hours ഓഫ് കോയിറ്റസ് ടു ദാറ്റ് ഓഫ് ഫീമെയിൽ ഷീ അണ്ടർഗോൺ റേപ്പ് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ്. അപ്പോൾ ഒരു പെൺകുട്ടി റേപ്പിന് വിധേയമായി അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സിന് വിധേയമായി, അപ്പൊ അതിന്റെ ഫലമായി പ്രഗ്നൻസി നിർത്തണമെങ്കിൽ, പ്രഗ്നന്റ് ആകാൻ പോവുകയാണല്ലോ സ്റ്റെപ്പ്, നിർത്തണമെങ്കിൽ നമ്മൾ 72 മണിക്കൂറുകൾക്കുള്ളിൽ സെക്സിൽ ഏർപ്പെട്ട് 72 മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നുകിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, ഒന്നുകിൽ പ്രൊജസ്ട്രോൺ ഓൺലി അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്റ്റേൺ കോമ്പിനേഷൻ അല്ലെങ്കിൽ IUDs ഇഞ്ചക്ട് ചെയ്യല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ട് ചെയ്യുകയോ ഇംപ്ലാന്റ് ചെയ്യുകയോ പിൽസ് കൊടുക്കുകയോ ചെയ്യാം, അല്ലെങ്കിലോ IUDs വെക്കാം. അങ്ങനെ 72 മണിക്കൂറുകൾക്കുള്ളിൽ സെക്സിൽ ഏർപ്പെട്ട് 72 മണിക്കൂറുകൾക്കുള്ളിൽ യൂട്രസിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാൻ കഴിയും, അവരുടെ കൺസെപ്ഷൻ ഗർഭധാരണം പ്രിവെന്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി കോൾഡ് ആസ് എമർജൻസി കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അടിയന്തര ഗർഭനിരോധന മാർഗം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്, അവസാനത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. ഏതാണ്? സർജിക്കൽ മെത്തേഡ് എന്ന് പറയും. സർജറി വഴി നമ്മൾ എങ്ങനെയാണ് പ്രഗ്നൻസി നിർത്തുന്നത് എന്നുള്ളതാണ്. സർജിക്കൽ മെത്തേഡിന്റെ മറ്റൊരു പേരാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയും, മന്ദീകരണം എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവേ വേണ്ട, പ്രഗ്നൻസി തന്നെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. IUDs-നൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്രത്തോളം കാലം വേണോ അത്രത്തോളം കഴിഞ്ഞാൽ അത് എടുത്ത് ഒഴിവാക്കി സെക്സിലപ്പെട്ട പ്രഗ്നന്റ് ആവാം. IUDs-ന്റെ പ്രത്യേകത, പിൽസിന്റെ പ്രത്യേകത അതൊക്കെ, അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പ്രഗ്നന്റ് ആവും. പക്ഷേ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ഓർ ടു ടെർമിനേറ്റ് എനി മോർ പ്രഗ്നൻസി. സോ ഇറ്റ്സ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ് ആണ്
and its reversibility is very poor. ഞാൻ പറഞ്ഞിരുന്നു qualities of a good contraceptive method പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നായിരുന്നു ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത് റിവേഴ്സിബിലിറ്റി എന്ന് പറയാം. റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് ഇത് ഈ ഉപയോഗം, ഈ കൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും കൺസീവ് ചെയ്യാനുള്ള കഴിവാണ്, ഗർഭം ധരിക്കാനുള്ള കഴിവാണ്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. സോ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ ആസ് എൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അപ്പോ കൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ ഇതാണ് ഏതെന്ന് പറയുന്നത് സർജിക്കൽ മെത്തേഡ് എന്ന് പറയും. സർജിക്കൽ മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇതൊരു ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലാത്തത്? ഇറ്റ് ഈസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. It is a terminal method to prevent any more pregnancy, and its reversibility is very poor. നമ്മുടെ qualities of a good contraceptive method effective ആയിരിക്കണം, പിന്നെ ഈസിലി അവൈലബിൾ ആയിരിക്കണം, അതിൽ ഒരു പോയിന്റ് ആയിരുന്നു റിവേഴ്സിബിൾ ആയിരിക്കണം അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു കൺട്രാസെപ്റ്റീവ് മെത്തേഡും നിർത്തി കഴിഞ്ഞാൽ പിന്നെ കൺസീവ് ചെയ്യാനുള്ള കഴിവാണ്, ഗർഭം ധരിക്കാനുള്ള കഴിവാണ്. പക്ഷെ ഇതില് ഈ മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് റിവേഴ്സിബിലിറ്റി, ഗർഭം ധരിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല, സോ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ, ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ ആസ് എ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഇതൊരു ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പറയാം ഇറ്റ്സ് റിവേഴ്സിബിലിറ്റി ഈസ് വെരി പോർ. അതിന്റെ റിവേഴ്സിബിലിറ്റി എന്താണ്? വെരി പോർ ആണ്, നടക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് മെത്തേഡാണ്, സർജിക്കൽ മെത്തേഡാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റെറിലൈസേഷൻ. മറ്റൊരു പേരാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ് ബട്ട് ഇറ്റ്സ് റിവേഴ്സിബിലിറ്റി ഈസ് വെരി പോർ എന്ന കാര്യം മനസ്സിൽ വെക്കാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സർജിക്കൽ മെത്തേഡ്. രണ്ട് ടൈപ്പ് സർജിക്കൽ മെത്തേഡ് ഉണ്ട്. സർജിക്കൽ മെത്തേഡിന്റെ വേറെ പേരെന്തായിരുന്നു? സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. ഓക്കെ, സർജിക്കൽ മെത്തേഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാണ് വാസക്ടമി, രണ്ടാണ് ട്യൂബെക്ടമി എന്ന് പറയും. അക്ടമി എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാസക്ടമി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിലെ സ്റ്റെറിലൈസേഷനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പുരുഷന്മാരിലെ സർജിക്കൽ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് വാസക്ടമി. സ്ത്രീകളിലെ സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്ത്രീകളിലെ സ്റ്റെറിലൈസേഷനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ട്യൂബെക്ടമി. സോ സർജിക്കൽ മെത്തേഡ് ഇൻ മെയിൽ ഈസ് കോൾഡ് വാസക്ടമി, സർജിക്കൽ മെത്തേഡ് ഇൻ ഫീമെയിൽ ഈസ് കോൾഡ് എന്ന് പറയുന്നത് ട്യൂബെക്ടമി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വാസക്ടമി എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് വാസക്ടമി? ഈ ചിത്രം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൻ റീപ്രൊഡക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? സ്ക്രോട്ടൽ സാക്ക് ആണ്. ഇതെന്താണ്? ടെസ്റ്റിസ് ആണ്. ഇതെന്താണ്? വാസ് ഡിഫറൻസ് ആണ്. യൂറിനറി ബ്ലാഡർ ഇവിടെ കാണാം, യൂറീറ്റർ കാണാം, യൂറീത്ര കാണാം, എല്ലാം കാണാം അല്ലെ. എന്താണ് ഈ വാസക്ടമി എന്ന് പറഞ്ഞാൽ? വാസക്ടമി ഈസ് എ കൈൻഡ് ഓഫ് സർജിക്കൽ മെത്തേഡ്. അതൊരു സർജിക്കൽ മെത്തേഡാണ്. ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതാണ് സ്ക്രോട്ടം. ഈ സ്ക്രോട്ടൽ സാക്കിൽ ചെറിയൊരു ഇൻസിഷൻ, ഒരു മുറിവുണ്ടാക്കിയിട്ട് അതിനുള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വാസ് ഡിഫറൻസിനെ ടൈ ചെയ്യുകയോ ഒരു ഭാഗം റിമൂവ് ചെയ്യുകയോ ചെയ്യും. ഒന്നെങ്കിൽ അത് നീ കെട്ടിയിടുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗം റിമൂവ് ചെയ്തു. അങ്ങനെ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വാസ് ഡിഫറൻസിന്റെ ഒരു ഭാഗം റിമൂവ് ചെയ്യുക, എന്നിട്ട് കെട്ടിയിടുക. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് വാസക്ടമി എന്ന് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ടെസ്റ്റിസിലെ സ്പേം ഉണ്ടാക്കുക, രണ്ട് വാസ് ഡിഫറൻസ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ടെസ്റ്റിസ് സ്പേം, ആ സ്പേം ഒരിക്കലും ഇതിലൂടെ പോയി ഇതിനകത്ത് കൂടെ ഇല്ല. അപ്പൊ റിലീസ് ചെയ്യുന്ന സെമൻ റിലീസ് ചെയ്യുന്നതിനകത്ത് എന്തുണ്ടാവില്ല? sperm ഉണ്ടാവില്ല എന്ന കാര്യം മനസ്സിലാക്കുക. So vasectomy is a surgical method or sterilization method in male. Here a small incision is made in the scrotal sac. Scrotal sac-നകത്താണ് ടെസ്റ്റിസിൽ. അതിന് ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കി അതിനകത്ത് കൂടി a small part of vas deferens is removed. vas deferens ചെറിയ ഭാഗം ഒഴിവാക്കുന്നു or tied up കെട്ടിയിടുന്നു. So that ഒരിക്കലും sperm ഇതിനകത്ത് കൂടി പുറത്തേക്ക് റിലീസ് ചെയ്യില്ല കാര്യം മനസ്സിലാക്കുക. So vasectomy ആരല്ല ചെയ്യുന്നത്? മെയിലാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ട്യൂബെക്ടമി നോക്കാം. എക്ടമി എന്ന് പറഞ്ഞാൽ മുറിക്കുക, ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇതാണ് സ്ത്രീകളുടെ. ഇതെന്താണ് നമുക്കറിയാം? ന്യൂട്രസ് ആണ്, സെർവിക്കൽ കനാലാണ്, വജേനിയാണ്, ഓവറിയാണ്, ഓവിഡക്റ്റ് ആണ്. എന്ത് സംഭവിക്കും? ഇതിൽ ഇതേപോലെ. പക്ഷെ ഇവിടെ ഇൻസിഷൻ ഉണ്ടാക്കുന്നത് അബ്ഡോമിലാണ്. അബ്ഡോമിൽ ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒവിഡക്റ്റ് ഒന്നെങ്കിൽ അതിന്റെ ഒരു ഭാഗം റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? കെട്ടിയിടുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു, കെട്ടിയിടുന്നു. അപ്പൊ ഇതിനകത്ത് നിന്ന് എഗ് റിലീസ് ചെയ്താലും സെക്കൻഡ് യൂസർ റിലീസ് ചെയ്താൽ ആ സെക്കൻഡ് യൂസർ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലെ? ഈ സെക്കൻഡ് യൂസർ ഇവിടെ തന്നെ ഉള്ളൂ. ഈ സ്ത്രീ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സെമൻ റിലീസ് ചെയ്ത സ്പേം ഉണ്ടാവും. ആ സ്പേമിനകത്ത് കൂടി ഇതിനകത്ത് കൂടി പോയി ഇവിടെ എത്തും. ഈ സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, കാരണം അവിടെ വലിയ. അപ്പൊ ഒരിക്കലും സ്പേമും എഗ്ഗും എന്ത് ചെയ്യുന്നില്ല? കണ്ടുമുട്ടുന്നില്ല. സോ സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽ ഈസ് കോൾഡ് വാസെക്ടമി. ഹിയർ ഇൻസിഷൻ ഈസ് മേഡ് ഇൻ ദ സ്ക്രോട്ടൽ സാക് ആൻഡ് പാർട്ട് ഓഫ് വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് എന്ന് പറയുന്നു. അപ്പൊ ഇറ്റ് ഈസ് എ സ്റ്റെറിലൈസേഷൻ മെയിൽ. ഇൻ സ്റ്റെറിലൈസേഷൻ ഇൻ ഫീമെയിൽ ഈസ് കോൾഡ് ട്യൂബെക്ടമി. ഹിയർ ഇൻസിഷൻ ഈസ് മേഡ് ഇൻ ദ അബ്ഡോമൻ or here fallopian tube is removed. A small part of fallopian tube is removed or tied up ആണ് ചെയ്യുന്നത്. അപ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് വാസെക്ടമി, ട്യൂബെക്ടമി. സ്ഥിരമായിട്ട്
ഈ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കും. വാസെക്ടമിയും ട്യൂബെക്ടമിയും നമ്മൾ ഡിഫറൻസ് എക്സാമിന് ചോദിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് പഠിക്കാം. വാസെക്ടമിയും ട്യൂബെക്ടമിയും തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് സ്ഥിരം ചോദിക്കാം. നമ്മുടെ വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം. അപ്പൊ നിർബന്ധമായിട്ടും അത് പഠിക്കാം. പിന്നെ ഈ ചിത്രം നിന്നൊരു ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. നോക്കൂ, ഈ ചിത്രം നോക്കൂ, വാസെക്ടമിയുടെ ചിത്രം, NCERT-നകത്തുള്ള വാസെക്ടമിയുടെ ചിത്രം നോക്കൂ. അതിൽ ശ്രദ്ധിച്ച് നോക്കൂ, അത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ, ഫ്രണ്ട് വ്യൂ ആണ്. ആ ഫ്രണ്ടൽ വ്യൂവിൽ നോക്കൂ, രണ്ട് വാസ്റ്റ് ഡിഫറൻസ് കട്ട് ചെയ്തത് കാണാം അല്ലെ, വാസ്റ്റ് ഡിഫറൻസ് കട്ട് ചെയ്ത് കെട്ടിയിട്ടത് കാണാം. ഇനി അടുത്ത ചിത്രം നോക്കൂ, അടുത്ത ചിത്രം നോക്കൂ, ട്യൂബെക്ടമി നോക്കൂ. ട്യൂബെക്ടമിൽ രണ്ട് ഫലോപ്പിൻ ട്യൂബ്, സ്മോൾ പാർട്ടീസ് റിമൂവർ ഓഫ് ടൈലർ കെട്ടിയിട്ടത് കാണാം. അപ്പൊ ഇങ്ങനെ ഫലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്പേമും മേക്കും ഫ്യൂസ് ചെയ്യില്ല. വാസ്റ്റ് ഡിഫറൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പേം ഒരിക്കലും അതിനകത്ത് കൂടി പാസ് ചെയ്യില്ല. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് പറയുന്നു. ഇമ്പോർട്ടന്റ് ആണ്. കൺട്രാസെപ്റ്റീവ് മെത്തേഡ് അവസാനത്തെ മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ്. സർജറി വഴി നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റെറിലൈസേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് നടത്തുകയാണ്. സോ ഇറ്റ് ഈസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ്, ബട്ട് ഇറ്റ്സ് റിവേഴ്സിബിലിറ്റി ഈസ് വെരി പോർ. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ ആസ് എൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ട് മെത്തേഡുകൾ ആ കൺട്രാസെപ്റ്റീവ് സർജിക്കൽ മെത്തേഡുകൾ, ഒന്ന് വാസെക്ടമി, രണ്ട് ട്യൂബെക്ടമി. ഇൻ വാസെക്ടമി, vas difference is a small part of vas difference is removed or tied up by an incision made on the scrotal side. In the case of tubectomy, a small part of the fallopian tube is removed or tied up by incision made on the abdomen or through the vagina. It is done. So and the reversibility very poor ആയ കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺട്രാസെപ്റ്റീവ് മെത്തേഡുകളെ കുറിച്ചായിരുന്നു. ധാരാളം ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച് പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചു ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് കാര്യം പറഞ്ഞു. പിന്നെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് കുറെ പഠിച്ചു. എഫക്റ്റീവ് ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം, സൈഡ് എഫക്റ്റ് പാടില്ല, ഈസിലി അവൈലബിൾ ആയിരിക്കണം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഓരോ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചു ഏത് മെത്തേഡ് പഠിച്ചു, നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. ഹിയർ വി ആർ അവോയ്ഡിങ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേം മീറ്റിംഗ്. ഓവം സ്പേം മീറ്റ് ചെയ്യുന്ന ചാൻസ് നമ്മൾ മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ ചെയ്യുന്നത്. അതിൽ മൂന്നെണ്ണം പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ലാക്ടേഷൻ, അമെൻട്രിയ പഠിച്ചു. 10 to 17 days ഓഫ് മിനിസ്ട്രേഷനിൽ സെക്സിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തത് പിന്നെ വിത്ത്ഡ്രോവൽ മെത്തേഡ് എന്ന് പറഞ്ഞു. അതായത് മെയിൽ പാർട്ണർ വിത്ത്ഡ്രോ ഹിസ് പീനിസ് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തത് ലാക്ടേഷണൽ അമെൻട്രിയ എന്ന് പറഞ്ഞു. ലാക്ടേഷൻ അമെൻട്രിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ആഫ്റ്റർ ഡെലിവറി ദർ ഇസ് എൻ ഇന്റൻസ് ലാക്ടേഷൻ. ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് മെൻസ്ട്രൽ സൈക്കിളും ഓവുലേഷൻ ഒന്നും നടക്കില്ല, പ്രസവത്തിന് ശേഷം പാലുണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ആ സമയങ്ങളിൽ സെക്സിൽ ഏർപ്പെട്ടാൽ പ്രഗ്നന്റ് ആവില്ല പറഞ്ഞു. അതിലൊരു കാര്യം കൂടി പറഞ്ഞു, ഇറ്റ് ഈസ് സേഫ് അപ് ടു 6 months എന്ന കാര്യം പറഞ്ഞു. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. അഡ്വാൻറ്റേജ് ആണ് നോ സൈഡ് എഫക്ട് ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് എനി equipments or we are not using any methods or equipments. ഒരു equipments ഉപയോഗിക്കാത്തതുകൊണ്ട് അതിന് സൈഡ് എഫക്റ്റ് ഇല്ല. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു, ദർ ഇസ് ഹൈ ചാൻസ് ഓഫ് ഫെയിലിയർ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന കാര്യമാണ്. മീൻസ് ഫെയിലിയർ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഗർഭം ധരിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് ബാരിയർ മെത്തേഡ് പഠിച്ചു. അതിൽ തടസ്സങ്ങൾ, വി ആർ മേക്കിംഗ് സർട്ടൻ ബാരിയേഴ്സ് ടു പ്രിവെന്റ് സ്പേം ആൻഡ് എഗ് ഫിസിക്കൽ മീറ്റിംഗ്. സ്പേമും എഗും ഫിസിക്കൽ മീറ്റ് ചെയ്യുന്ന ഒരു ബാരിയർ ഉപയോഗിച്ചുകൊണ്ട് തടയാണ് എന്തെന്ന് പറയും ബാരിയർ മെത്തേഡ്. അതിൽ നമ്മൾ കോണ്ടം പഠിച്ചു. കോണ്ടം മേഡപ്പ് ഓഫ് തിൻ ലാറ്റക്സ്, തിൻ റബ്ബർ ഓർ ലാറ്റക്സ്. മെയിൽ കോണ്ടം പീനിസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഫീമെയിൽ കോണ്ടം സെർവിക്സും വെജിനിയും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫേമസ് ആയിട്ടുള്ള മെയിൽ കോണ്ടത്തിന്റെ പേര് നിരോധ എന്ന് പഠിച്ചു. അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സെൽഫ് ഇൻസേർട്ടഡ് ആണ്, പ്രൈവസി ടു ദ യൂസർ ആണ്, പിന്നെ പ്രൊട്ടക്ട് ദ യൂസർ ഫ്രം STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. ഒരു STDക്ക് എക്സാമ്പിൾ എയ്ഡ്സ് പഠിച്ചു. പിന്നെ ഒരു കാര്യം ഇറ്റ് ഈസ് ഈസിലി ഡിസ്പോസൽ എന്ന കാര്യം പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് കോണ്ടത്തിനെ കുറിച്ച് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചു സെർവിക്കൽ ക്യാപ്പ് വോൾട്ട് ഡയഫ്രം എന്ന് പഠിച്ചു. ഈ സെർവിക്കൽ ക്യാപ്പും വോൾട്ടും ഡയഫ്രത്തിന്റെ പ്രത്യേകത അത് ഫീമെയിൽ സെർവിക്കൽ കനാൽ സെർവിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിന്റെ കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ സ്പെർമിസിഡൽ ജെല്ലും ക്രീമും ഫോംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടെന്ന് പഠിച്ചു.
അത് റീയൂസബിൾ ആണെന്ന കാര്യം നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ IUDs പഠിച്ചു, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് പഠിച്ചു. 3 ടൈപ്പ് IUDs ഉണ്ട് പഠിച്ചു. ഏതൊക്കെയാണ്? പിന്നെ നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUDs ഉണ്ട്, പിന്നെ കോപ്പർ റിലീസിങ് IUDs. നോൺ മെഡിക്കേറ്റഡ് IUDs നമ്മൾ ലിപ്പസ് ലൂപ്പ് പഠിച്ചു. കോപ്പർ റിലീസിംഗിൽ കോപ്പർ ടി, കോപ്പർ സാൻ മൾട്ടിലോഡ് 325 പഠിച്ചു. ലിപ്പസ് ലൂപ്പ് ഫാഗോസൈറ്റോസിസ് ആയിരിക്കും. കോപ്പർ റിലീസിംഗ് സ്പേമിന്റെ മോട്ടിലിറ്റി സപ്രസ് ചെയ്യും, ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേം സപ്രസ് ചെയ്യും. മൂന്നാമത്തെ ഹോർമോൺ റിലീസിംഗ് IUDs ആണ്. അത് 2 എക്സാമ്പിൾ പഠിച്ചു. പ്രൊജസ്റ്റാസേർട്ടും LNG-20 പഠിച്ചു. ആ പ്രൊജസ്റ്റാസേർട്ടും LNG-20 എന്തൊക്കെ പഠിച്ചു നമ്മൾ? അത് എങ്ങനെയാണ് ഹോർമോൺ ഇറ്റ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ, അത് പഠിച്ചു. പിന്നെ സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം, അതും പഠിച്ചു. സെർവിക്കിനാലും മ്യൂക്കസിന്റെ തിക്നെസ് കൂട്ടാൻ ഒരിക്കലും സ്പേം എൻ്റർ ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഓറൽ കൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. ഇറ്റ്സ് ഓൾസോ കാൾഡ് ഓറൽ പിൽസ്. ദേ ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ടാബ്ലെറ്റ്സ്, hence it is called pills. It is made up of either progesterone only or progesterone estrogen combination ആണ്. അത് സ്ത്രീകളാണ് കഴിക്കാറുള്ളതെന്ന് പറഞ്ഞു. അതെങ്ങനെയൊക്കെയാണ് അതിന്റെ മെക്കാനിസം, അതിന് അഡ്വാൻറ്റേജ് പഠിച്ചു. സൈഡ് എഫക്റ്റ് വളരെയധികം കുറവാണ്. ഹൈ പിന്നെ കൺട്രാസെപ്റ്റീവ് വാല്യൂ എന്ന് പഠിച്ചു. പിന്നെ വൈഡ്ലി ആക്സെപ്റ്റഡ് ബൈ ദ ഫീമെയിൽ, സ്ത്രീകളെല്ലാം ആക്സെപ്റ്റഡ് ആണെന്ന കാര്യം എന്ന് പഠിച്ചു. ഇതെങ്ങനെയാണ് പ്രഗ്നൻസി നിർത്തുന്നത്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഓവുലേഷൻ നടക്കില്ല, പിന്നെ ഓവുലേഷൻ നടക്കില്ല, ഇംപ്ലാന്റേഷൻ നടക്കില്ല എന്ന് പഠിച്ചു. പിന്നെ എന്ത് ആൾട്ടർ ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ്, സെർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും, അല്ലെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരിക്കലും സ്പേമിന് സെർവിക്കൽ കനാൽ വഴി എൻ്റർ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു എപ്പോഴാണ് കഴിക്കണം? 21 ദിവസം കഴിക്കുക. പിന്നെ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിലാണ് ഈ മെൻസ്ട്രേഷൻ, ആ സമയത്ത് കഴിക്കണം. പിന്നെ 21 ദിവസം പിന്നെ റിപ്പീറ്റ് ചെയ്യുക. ഏതുവരെ പ്രഗ്നൻസി എത്രത്തോളം കാലം വേണ്ട അത്രത്തോളം കാലം ഇത് കഴിച്ചു കൊടുക്കുക. ആ സമയത്താണ് സഹേലി എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് കണ്ടെത്തിയത്. ആര്? സയന്റിസ്റ്റ് CDR, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെക്കിനവരെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയത്. അത് വൺസ് എ വീക്ക് പില്ലാണ്, നോൺ സ്റ്റീറോയിഡ് പില്ലാണ്. ആ കാര്യങ്ങൾ പഠിച്ചു. അതിന്റെ പ്രത്യേകത എന്താണ്? ഹൈലി എഫക്റ്റീവ് ആണ്, ഹൈലി കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി ആണ്, ഹൈലി എഫക്റ്റീവ് ആണ്, ഹൈ കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി ആണ്, ലെസ് സൈഡ് എഫക്റ്റ് ആണ്. അതിന് 2 ഇമ്പോർട്ടൻ്റ് ആണ്. സൈലിയുടെ 2 പ്രത്യേകത, സൈഡ് എഫക്റ്റ് വളരെയധികം കുറവാണ്, ഹൈ കൺട്രാസെപ്റ്റീവ് വാല്യൂ ആണ്. ഇത്രയും കാര്യം മനസ്സിലായി. പിന്നെ നമ്മൾ പഠിച്ചു ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്. ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓറൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് അതേപോലെ തന്നെയാണ്. അത് ഒന്നുകിൽ പ്രൊജസ്റ്റിറോൺ ഓൺലി, അല്ലെങ്കിൽ പ്രൊജസ്റ്റിറോൺ ഈസ്റ്ററോൺ കോമ്പിനേഷൻ, ഒന്നുകിൽ ഇൻജെക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്കിന്നിന് താഴെ ഇംപ്ലാന്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറൽ കൺട്രാസെപ്റ്റീവ് പില്ലിന്റെ അതേപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ്, ഈ ഇൻജെക്റ്റബിളിന്റെയും ഇംപ്ലാന്റിന്റെയും അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ പിന്നെ എഫക്റ്റീവ് പീരീഡ് കുറച്ച് ലോങ്ങറാണ്, എഫക്റ്റീവ് പീരീഡ് മച്ച് ലോങ്ങറാണ്. പിന്നെ നമ്മൾ പഠിച്ചു ലാസ്റ്റ് മെത്തേഡ് സർജിക്കൽ മെത്തേഡ് പഠിച്ചു. സർജിക്കൽ വിച്ച് ഈസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. സർജിക്കൽ മെത്തേഡ് ഇൻ മെയിൽ ഈസ് കാൾഡ് വാസെക്ടമി, സർജിക്കൽ മെത്തേഡ് ഇൻ ഫീമെയിൽ ഈസ് കാൾഡ് ട്യൂബെക്ടമി. ഇറ്റ് ഈസ് നോട്ട് എൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് ആണ്, കാരണം ഇറ്റ് ഈസ് റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ ആണ്. ഇത്രയും കാര്യം മനസ്സിലായി. വാസെക്ടമിയും ട്യൂബെക്ടമിയും നമ്മൾ വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിക്കും. അത് നമ്മൾ ചിത്രം തരും. വാസെക്ടമിയുടെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് ചോദിക്കും. ട്യൂബെക്ടമിയുടെ ചിത്രം തന്നിട്ട് എന്താണെന്ന് ചോദിക്കുക. ചിത്രം ഞാൻ പഠിക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഉപയോഗിക്കുന്ന ഈ കൺട്രാസെപ്റ്റീവ് മെത്തേഡുകളെല്ലാം നാച്ചുറൽ റീപ്രൊഡക്റ്റീവ് ഇവന്റിന് അഗെയിൻസ്റ്റിട്ടാണ് ഉപയോഗിക്കുന്നത്. വി ആർ യൂസിങ് ഓൾ ദീസ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് എക്സെപ്റ്റ് നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ നാച്ചുറൽ മെത്തേഡ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ മെത്തേഡുകളും വി ആർ യൂസിങ് അഗെയിൻസ്റ്റ് ദ നോർമൽ റീപ്രൊഡക്റ്റീവ് ഇവന്റ്, അതായത് പ്രഗ്നൻസിയും കൺസെപ്ഷനും എതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അതിന്റെ ഫലമായിട്ട് അത് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ചെയ്താൽ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ചെയ്താൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ധാരാളം ഇൽ എഫക്റ്റുകൾ ഉണ്ടായിരിക്കും, ചില സിംറ്റംസ് ഒക്കെ കാണിക്കാം. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇൽ എഫക്ട് ഓഫ് ദ യൂസേജ് ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഓർ ബർത്ത് കൺട്രോൾ. ഇപ്പോൾ കൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ ഇൽ എഫക്റ്റ് എന്താ? ചില ആൾക്കാരിൽ ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഉറപ്പില്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒന്ന് നൗസിയ, ഓക്കാനുണ്ടാവും, ഛർദി ഉണ്ടാവും. എന്താണ് ഛർദി എന്ന് പറഞ്ഞാൽ? വോമിറ്റിങ്ങിന് തൊട്ട് മുന്നത്തെ അവസ്ഥയില്ല. എന്താണ്? ഛർദിക്കാൻ വരും, മനം പുരട്ട് എന്നൊക്കെ ചില നാട്ടിൽ പറയും. നൗസിയ. അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും, ഉദരഭാഗത്ത് ഭയങ്കര വേദന ഉണ്ടായിരിക്കും. ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് ഉണ്ടാവും. മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആവും. മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ പാറ്റേൺ ആണല്ലോ മെൻസ്ട്രൽ സൈക്കിൾ. 28 ദിവസം കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ, പിന്നെ 28 ദിവസം കഴിഞ്ഞാൽ അടുത്ത മെൻസ്ട്രേഷൻ, അതിന്റെ പാറ്റേൺ ഒക്കെ ആകും മാറും. ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം ഉണ്ടാവും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ മുങ്ങിത്തപ്പിയ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഇൽ എഫക്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഏതൊരു നിങ്ങളുടെ മോഡൽ എക്സാമിനേറ്റ് ചോദിച്ചതാ തോന്നുന്നു. ഇൽ എഫക്ട് ഓഫ് ദ യൂസേജ് ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഓർ ബർത്ത്. 1 നൗസിയാണ്, 2 അബ്ഡോമിനൽ പെയിൻ ആണ്, 3 ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് ആണ്, 4 ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ആണ്, 5 എന്താണ്? ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
ഇതോടുകൂടി NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ക്ലാസ് 12 സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് കഴിഞ്ഞിരിക്കുകയാണ്. കൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗർഭനിരോധന മാർഗങ്ങൾ. അത് പൂർണ്ണമായും പറഞ്ഞിരിക്കുന്നു, ക്ലാസ് എടുത്തിരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഈ ചാനലിനകത്തേക്ക് അപ്ലോഡ് ചെയ്താൽ NV's ബയോളജി ക്ലാസ്സസിൻ്റെ ഈ ചാനലിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്, നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് കാണാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് സമയത്തിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതാണ്. കഴിയുന്നതും ഞാൻ കമൻറ്റ് ബോക്സ് നോക്കാറുണ്ട്, അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ലെസൺ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.